കർത്താവിന്റെ വിലയേറിയ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വെളിപാട് പുസ്തകത്തിന്റെ പഠനത്തിന്റെ അവസാനത്തെ ക്ലാസ്സിലേക്ക് നാം വന്നു. ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഈ പുസ്തകത്തിന്റെ പഠനം അവസാനിപ്പിക്കാമെന്ന് കരുതുകയാണ്. വെളിപ്പാട് പുസ്തകം നമ്മൾ 22-ാം അധ്യായത്തിലൂടെ പുത്തനെരുശലേമിന്റെ അകത്തുള്ള ജീവിതത്തോടുള്ള ബന്ധത്തിൽ ആ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ അല്പം കൂടെ ശ്രദ്ധിപ്പാനായിട്ടുള്ളൊരു കാര്യം എടുക്കാമെന്ന് ആഗ്രഹിക്കുകയാണ്. 21-ാം അധ്യായത്തിന്റെ റെവലേഷൻ ചാപ്റ്റർ 21 കഴിഞ്ഞ 2 ക്ലാസ്സുകളായി പുത്തനെരുശലേമിനെ കുറിച്ചുള്ള പഠനം നമ്മൾ നടത്തുകയുണ്ടായി. എന്നാൽ അതുള്ള ബന്ധത്തിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിക്കാമെന്ന് ആഗ്രഹിക്കുകയാണ്. 21-ാം അധ്യായം റെവലേഷൻ ചാപ്റ്റർ 21 3-ാമത്തെ വാക്യം തുടങ്ങി. സിംഹാസനത്തിൽ നിന്നൊരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും, അവർ അവന്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കും. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനി മരണമുണ്ടാകുകയില്ല, ദുഃഖവും മുറിവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ, ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്നരുളി ചെയ്തു. എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നുവെന്ന് അവൻ കൽപ്പിച്ചു. പിന്നെയും അവൻ എന്നോട് അരുളി ചെയ്യുക, സംഭവിച്ചു തീർന്നു. ഞാൻ ആൽഫയും ഒമേഗയും ആദിയും അന്തവുമാകുന്നു. ദാഹിക്കുന്നവന് ഞാൻ ജീവനിർവ്വയിൽ നിന്ന് സൗജന്യമായി കൊടുക്കും. ജയിക്കുന്നവന് അത് അവകാശമായി ലഭിക്കും. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനിർപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ഭോഷ്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധവും കത്തുന്ന പൊയ്കയത്രേ. ഇത് 2ാമത്തെ മരണം. ഈ ഭാഗത്തില് 3-ാം വാക്യത്തിൽ നമ്മൾ വരുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു, സിംഹാസനത്തിൽ നിന്നൊരു മഹാശബ്ദം, വലിയൊരു ശബ്ദം കേൾക്കുകയാണ്. ആ ശബ്ദം എന്താണ്? ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. ഇംഗ്ലീഷില് പറയുന്നത് ബിഹോൾഡ്, ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ള വലിയൊരു ശബ്ദം സിംഹാസനത്തിൽ നിന്ന് കേൾക്കുകയാണ്. ബിഹോൾഡ്. അവിടെ മലയാളത്തിൽ നമ്മൾ വായിക്കുന്നത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. ബിഹോൾഡ് ദ ടാബർനാക്കിൾ ഓഫ് ഗോഡ് വിത്ത് മെൻ. വലിയൊരു സംഭവം, വലിയൊരു കാര്യം. ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി മനുഷ്യരോട്, അല്ലെങ്കിൽ ഇത് വായിക്കുന്നവരോട് ആവശ്യപ്പെടുകയാണ്, ഇതൊന്ന് ശ്രദ്ധിക്കുക എന്ന് ഭയങ്കരമായ ശബ്ദം കേൾക്കുകയാണ്. ഇവിടെ വായിക്കുമ്പോൾ പലരും തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം എന്ന് പറയുമ്പോൾ രക്ഷിക്കപ്പെട്ട നമ്മോടുകൂടെ ദൈവം വസിക്കുന്നു എന്നൊരു ധാരണയാണ്. അതല്ല ഇവിടെ പറയുന്നത്. രക്ഷിക്കപ്പെട്ട നമ്മള് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന പോലെ പുത്തൻ യെരൂശലേമിന്റെ ഉള്ളിൽ ദൈവത്തോടുകൂടെ നമ്മൾ വസിക്കുകയാണ്. അതിന്റെ 9-ഉം 10-ഉം വാക്യത്തിലൊക്കെ നമ്മൾ വായിക്കുകയുണ്ടായി. കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാം. അവന്റെ കാന്തയായ മണവാട്ടി അത് പുത്തൻ യെരൂശലേം തന്നെയാണെന്നുള്ളത് കാണിക്കുന്നത്. ആ നഗരത്തിൽ വസിക്കുന്നത് അവളാണ്. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഭവനം ഒരുക്കാൻ പോവുകയാണ്. ഞാൻ പോയി ഭവനം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾ എന്നോട് കൂടി ഇരിപ്പാൻ പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തോളൂ. നമ്മള് കർത്താവിനോട് കൂടെ വെളിപാട് 22-ന്റെ ആദ്യ വാക്യങ്ങളിൽ നമ്മൾ വായിച്ചു, പിതാവിന്റെയും പുത്രന്റെയും സിംഹാസനം അതിൽ ഇരിക്കുകയാണ്. പിതാവും പുത്രനോടും ഒത്ത് നമ്മള് പുത്തൻ യെരൂശലേമിന്റെ ഉള്ളിൽ വസിക്കുമ്പോൾ നമ്മൾ ഇവിടെ വായിക്കുന്നു, ഇതാ ഒന്ന് ശ്രദ്ധിക്കുക, ബിഹോൾഡ്, വലിയൊരു സംഭവമാണ്. ദൈവം എന്താ മനുഷ്യരോട് കൂടെ വസിക്കുകയാണ്. ഈ വാക്യത്തിന്റെ അർത്ഥം ഈ തിരുവചനം മുഴുവൻ ഉൾപ്പെടുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു, മനുഷ്യനോടുകൂടെ ദൈവം ഇറങ്ങി വന്ന് സംസർഗം നടത്തിക്കൊണ്ടിരുന്നു. എന്നാൽ പാപത്തിന്റെ ഫലമായി ദൈവത്തെ ഭയന്ന് മനുഷ്യൻ ഒളിക്കുകയാണ്. നമ്മൾ യെശയ്യാ 59 വായിക്കുന്നുണ്ട്, നിങ്ങളുടെ പാപങ്ങൾ എത്രയും നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ അകറ്റിയത് ഭിന്നിപ്പിച്ച് എന്ന് പറയുന്നുണ്ട്. പാപത്തിന്റെ ഫലമായി ദൈവവും മനുഷ്യനുമായിട്ട് വലിയൊരു അകൽച്ച സംഭവിക്കുകയാണ്. എന്നാൽ ദൈവം മനുഷ്യനോടൊത്ത് വസിപ്പാനായിട്ട് കൊതിച്ചത് ഏദന്റെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. വീണ്ടെടുക്കപ്പെട്ട ഒരു ജനത്തെ ദൈവത്തിന് കിട്ടിയപ്പോൾ ദൈവം ആവശ്യപ്പെട്ടു, നിങ്ങളുടെ മധ്യത്തിൽ ഞാൻ വസിപ്പാൻ എനിക്കൊരു ആലയം ഉണ്ടാക്കുക, സമാഗമന കൂടാരം ഉണ്ടാക്കിയതായിട്ട് നാം വായിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു ജഡമെടുത്ത് ഭൂമിയിൽ വന്നപ്പോൾ ഇമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ, അവൻ ജഡമെടുത്ത് മനുഷ്യരോടുകൂടെ വസിച്ച ഒരു കർത്താവാണ്. എന്നാൽ പുതിയ ഭൂമിയിലേക്ക് വരുമ്പോൾ വീണ്ടെടുപ്പ് പൂർത്തീകരിച്ചിട്ട് കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ പഠിച്ച പോലെ 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തെ നമ്മൾ വായിച്ച പോലെ, പിന്നെ അവസാനം രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിച്ച് സകല കാര്യങ്ങളും നിവർത്തിക്കപ്പെട്ടു ഒടുക്കത്തെ ശത്രുവായിട്ട് മരണത്തെ നീങ്ങിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കുമ്പോൾ വീണ്ടെടുപ്പ് പൂർത്തീകരിച്ചു. സകല ദുഷ്ടന്മാരും മാറ്റപ്പെട്ടു. പിന്നീട് മരണമില്ല. നമ്മൾ അതിന്റെ 20-ാം അധ്യായത്തിന്റെ 14-ഉം 15-ഉം വാക്യങ്ങളിൽ വായിച്ചു, മരണത്തെയും പാതാളത്തെയും തീപ്പൊയിലേക്ക് തെള്ളിയിട്ട് കളഞ്ഞു. ഇനി മരണമില്ല. അങ്ങനെ ഒരിക്കലും മരിക്കാത്ത ഒരു വീണ്ടെടുപ്പ് പൂർത്തീകരിച്ചിട്ട് ആ വീണ്ടെടുക്കപ്പെട്ട ഭൂമിയിൽ ദൈവം ഇറങ്ങി വന്ന് മനുഷ്യരോട് വസിക്കുകയാണ്. ഇത് തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വാക്യമാണ്. ഈ മനുഷ്യരാരാണ്? ഈ മനുഷ്യര്, ഇവിടെ പറയുന്ന മനുഷ്യര് വാസ്തവത്തിൽ രക്ഷിക്കപ്പെട്ട ദൈവജനമല്ല. എന്ന് പറഞ്ഞാൽ പുതിയ നിയമസഭയല്ല. ഈ ലോകത്തിൽ വസിക്കുന്ന ജനമാണ്. ഇതാ മനുഷ്യരോടുകൂടെ ദൈവം വസിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ ലോകത്തിൽ വസിക്കുന്ന മനുഷ്യരോടുകൂടെയാണ് ദൈവം വസിക്കുന്നത്. ഇവിടെ നമ്മൾ വായിക്കുന്നുണ്ട്,
അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊക്കെ തുടച്ചു കളയും. ഇനി മരണം ഉണ്ടാകത്തില്ല, ദുഃഖവും മുറിവിളിയും ഉണ്ടാകത്തില്ല, കഷ്ടത ഇനി ഉണ്ടാകത്തില്ല. ആരുടെ കണ്ണിലെ കണ്ണുനീരാ തുടയ്ക്കുന്നത്? ദൈവജനമായ നമ്മുടെ കണ്ണിലെ കണ്ണുനീരല്ലേ. നമ്മള് രൂപാന്തരപ്പെട്ട് കർത്താവായ യേശുക്രിസ്തുവിനെ പോലെ ആയി മാറുകയാണ്. അവനെ കാണുമ്പോൾ അവനെ പോലെ ആയി മാറും. പുനരുത്ഥാനം പ്രാപിച്ച, രൂപാന്തരം പ്രാപിച്ച ശരീരത്തിൽ കണ്ണുനീരില്ല എന്ന് തന്നെയാണ് ദൈവദാസന്മാർ അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നതും വിശ്വസിക്കുന്നതും. എന്നാൽ ഈ കണ്ണുനീരുള്ളത് ആർക്കാണ്? ഈ ഭൂമിയിൽ വീണ്ടെടുക്കപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യർക്കാണ് ഈ കണ്ണുനീരുള്ളത്. അവരോടുള്ള ബന്ധത്തിലാണ് പറഞ്ഞത്, ഇനി കണ്ണുനീരില്ല, ഇനി മരണമില്ല, ഇനി ദുഃഖം ഉണ്ടാകത്തില്ല. അവര് വീണ്ടെടുപ്പ് പൂർത്തീകരിക്കപ്പെട്ട ലോകത്തിൽ വീണ്ടെടുക്കപ്പെട്ട ജനമായി അവർ വസിക്കുകയാണ്. ഈ വിഷയം പലർക്കും ഒരു സംശയമുള്ളതായിട്ട് തോന്നാറുണ്ട്. ഞാൻ അവിടെ ഒന്ന് ക്ലാരിഫൈ ചെയ്ത് മുന്നോട്ട് കടന്നുപോയേക്കാം. നോക്കുക, ഇന്ന് കർത്താവായ യേശുക്രിസ്തു മടങ്ങി വന്നാൽ, മധ്യാകാശത്തിൽ വന്നാൽ, ദുഷ്ടന്മാർ വാഴുന്ന ഈ ഭൂമിയിൽ നിന്ന് തന്റെ ജനമായി നമ്മളെ അവന്റെ സ്ഥലത്തിലേക്ക് ചേർക്കും. നമ്മള് കർത്താവിന്റെ സ്ഥലത്തിലേക്ക് എടുത്തോളപ്പെടും. അപ്പോൾ വാസ്തവത്തിൽ നടക്കുന്നത് ദുഷ്ടന്മാരുടെ മധ്യത്തിൽ നിന്ന് വിശുദ്ധന്മാരെ അവന്റെ സന്നിധിയിലോട്ട് എടുത്തുകൊള്ളപ്പെടുകയാണ്. എന്നാൽ ഭൂമി അതുപോലെ തന്നെ മുന്നോട്ട് പോവുകയാണ്. ആ പീഡന കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നു. അന്തിക്രിസ്തു എഴുന്നേറ്റ് വരുന്നു. ദൈവം ഇടപെടുന്ന ഒരു കാലഘട്ടം വരുന്നു. ലോകത്തെ ന്യായം വിധിക്കുന്നു. ആ കാലഘട്ടത്തിൽ തന്നെ രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുന്നു. ഒരു കൂട്ടം ആളുകൾ വിശ്വസിക്കുകയും ഒരു കൂട്ടം ആളുകൾ വിശ്വസിക്കാതിരിക്കുകയും ചെയ്യുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷത 7 വർഷ പീഡനകാലം അവസാനിക്കുമ്പോൾ യേശുക്രിസ്തു ഭൂമിയിലേക്ക് രാജ്യം സ്ഥാപിക്കാൻ ഇറങ്ങി വരികയാണ്. കർത്താവ് രാജ്യം സ്ഥാപിക്കാൻ ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ കർത്താവ് ആദ്യം ചെയ്യുന്നത് ഭൂമിയിൽ ഉള്ള മനുഷ്യരെ ന്യായം വിധിക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നു. നമ്മൾ ഇത് മുമ്പ് പഠിച്ചതാണെങ്കിലും ഒരു നിമിഷം കൂടി ആ വാക്യം ഒന്ന് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 25-ാമത്തെ അധ്യായം, മാത്യു ചാപ്റ്റർ 25. മത്തായിയുടെ സുവിശേഷം 25-ാമത്തെ അധ്യായം, അതിന്റെ 31 വാക്യം. മനുഷ്യപുത്രൻ തന്റെ തേജസ്സോടെ സകല വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ അവൻ തന്റെ തേജസ്സിന്റെ സിംഹാസനത്തിലിരിക്കും. സകല ജാതികളെയും അവന്റെ മുന്നിൽ കൂട്ടും. അവനവരെ ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നവരെ വേർതിരിച്ച് ചെമ്മരിയാടുകളെ തന്നെ വലത്തും കോലാടുകളെ ഇടത്ത് നിർത്തും. രാജാവ് തന്റെ വലത്തുള്ളവരോട് അരുളി ചെയ്യും, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവയെ വരുവീൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവീൻ. കർത്താവായ യേശുക്രിസ്തു മഹത്വ പ്രത്യക്ഷതയിൽ മടങ്ങി വരുമ്പോൾ ഈ ഭൂമിയിൽ താൻ 1000 വർഷം ഭരണം നടത്തുന്നതിന് മുമ്പ് താൻ തേജസ്സിന്റെ സിംഹാസനം സ്ഥാപിച്ച് ഈ ലോകത്തിലുള്ള ജാതികളെ, മനുഷ്യരെ ന്യായം വിധിക്കുകയാണ്. ആര് രക്ഷിക്കപ്പെട്ടു, ആര് രക്ഷിക്കപ്പെട്ടിട്ടില്ല, ആരാണ് നീതിമാന്മാർ, ആരാണ് അനീതിയുള്ളവർ എന്നവിടെ തീരുമാനിക്കുകയാണ്. രണ്ടായിട്ട് മനുഷ്യരെ വേർതിരിക്കുന്നു, ഇടത്തും വലത്തുമായിട്ട്. വലത്ത് നിൽക്കുന്നത് ചെമ്മരിയാടുകളാണ്, ഇടത്ത് നിൽക്കുന്നത് കോലാടുകളാണ്. ഈ വലത്ത് നിൽക്കുന്നവർക്ക് മാത്രമേ 1000 ആണ്ട് വാഴ്ചയിൽ പ്രവേശിപ്പാൻ അനുവാദമുള്ളൂ. അവർ മൗത്യരിക്കപ്പെട്ട ശരീരം എന്നുള്ളവരല്ല. നമ്മുടെ ശരീരം പോലെ തന്നെ പീഡന കാലഘട്ടത്തിലൂടെ കടന്ന് 1000 ആണ്ട് വാഴ്ചയിലേക്ക് അവർ പ്രവേശിക്കുമ്പോൾ സാത്താൻ ബന്ധിക്കപ്പെട്ടു എന്നുള്ളത് കാരണമല്ലാതെ, കർത്താവ് ഭരിക്കുന്നു, വിശുദ്ധന്മാർ ഭരണം നടത്തുന്നു എന്ന കാരണത്താൽ ഭൂമി ദൈവത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞിരിക്കുന്നതിനാൽ ഈ മനുഷ്യർ വളരെ കർത്താവിന്റെ ശക്തി വരെയും ഉപയോഗിച്ച് അനുസരിപ്പാനിടയായി മാറുന്നു. നമ്മൾ തിരുവനന്തപുരത്തിലൂടെ ചിന്തിച്ചിട്ടുണ്ട്. അവൻ ഇരുമ്പ് കൊണ്ട് അവരെ ഭരിക്കും, മേയ്ക്കും എന്നുള്ളത് 1000 ആണ്ട് വാഴ്ചയുടെ കാലഘട്ടമാണ്. എന്ന് പറഞ്ഞാൽ കർത്താവ് ശക്തി തന്നെ അവിടെ ഉപയോഗിക്കുമെന്നുള്ളതാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഈ 1000 ആണ്ട് വാഴ്ച അവസാനിക്കുന്നു. 1000 ആണ്ട് വാഴ്ച സമയം സാത്താൻ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ പഠിച്ചു, 1000 ആണ്ട് വാഴ്ച കഴിയുമ്പോൾ അല്പസമയം സാത്താനെ അഴിച്ചുവിടും. ഈ 1000 വർഷം കൊണ്ട് അനേക തലമുറകൾ ഉണ്ടാകും. നീതിമാന്മാർ മാത്രമാണ് 1000 ആണ്ട് വാഴ്ചയിലേക്ക് പ്രവേശിച്ചെങ്കിലും സാത്താനെ അഴിച്ചുവിടുമ്പോൾ ഈ 1000 ആണ്ട് വാഴ്ചയിൽ ജനിച്ചിരിക്കുന്നവരിൽ കർത്താവിനോട് മറുതലിച്ചിട്ടുള്ളവര് വീണ്ടും കർത്താവിനോട് മറുതലിപ്പാൻ ആരംഭിക്കും. യെരുശലേം നഗരത്തെ അവർ വളയും. സ്വർഗത്തിൽ നിന്ന് തീയിറങ്ങി അവരെ ദഹിപ്പിക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം എടുക്കാം. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം, 13-ാം അധ്യായത്തിന്റെ 38 തൊട്ടുള്ള വാക്യം വാസ്തവത്തിൽ അപ്പോഴാണ് നിവർത്തിക്കപ്പെടുന്നത്. 38 തൊട്ട്. നല്ല വിത്ത് രാജ്യത്തിന്റെ പുത്രന്മാർ, കള ദുഷ്ടന്റെ പുത്രന്മാർ, അത് വിതയ്ക്കുന്ന ശത്രു, കൊയ്ത്ത് ലോകാവസാനം. കൊയ്യുന്നവർ ദൂതന്മാർ, കള കൂട്ടി തീയിലിട്ട് ചുടും പോലെ ലോകാവസാനത്തിൽ സംഭവിക്കും. മനുഷ്യപുത്രൻ തന്റെ ദൂതന്മാരെ അയച്ച് അവന്റെ രാജ്യത്തിൽ നിന്ന് എല്ലാ ഇടർച്ചയും അധർമ്മം പ്രവർത്തിക്കുന്നവരെയും കൂട്ടിച്ചേർത്ത് തീച്ചൂള ഇരുട്ടുകളെയും അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. പിന്നീട് നമുക്ക് 49-ാം വാക്യം നോക്കി. അങ്ങനെ തന്നെ ലോകാവസാനത്തിൽ സംഭവിക്കും. ദൂതന്മാർ പുറപ്പെട്ട് നീതിമാന്മാരുടെ ഇടയിൽ നിന്ന് ദുഷ്ടന്മാരെ വേർതിരിച്ച് തീച്ചൂള ഇട്ടുകളെയും അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. ഇതെപ്പോൾ സംഭവിക്കുന്നതാണ്? 1000 ആണ്ട് വാഴ്ചയുടെ അവസാനത്തിൽ. നമ്മളിവിടെ പ്രത്യേകം 49-ാം വാക്യത്തെ ശ്രദ്ധിക്കേണ്ടത്, നീതിമാന്മാരുടെ ഇടയിൽ നിന്ന് ദുഷ്ടന്മാരെ. ലോകം നീതിമാന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. 1000 ആണ്ട് വാഴ്ച സമയം നീതിമാന്മാരാണ് 1000 ആണ്ട് വാഴ്ചയിലേക്ക് പ്രവേശിച്ചത്. അവരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. എന്നാൽ ഇവരുടെ മധ്യത്തിൽ ചില ദുഷ്ടന്മാരുണ്ട്. ആ ദുഷ്ടന്മാരെ വേർതിരിക്കുന്നത് ദൂതന്മാർ കടന്നു എന്നവരെ പെറുക്കിയെടുത്ത്
തീച്ചൂളിലേക്ക് മാറ്റിക്കളയുകയാണ്. 1000 ആണ്ട് വാഴ്ചയുടെ അവസാനത്തിൽ ദൂതന്മാർ ചെയ്യുന്ന വലിയ കാര്യമാണ്. പിന്നീട് യാതൊരു ദുഷ്ടന്മാരുമില്ല. നമ്മൾ വെളിപാട് ദിവസം 20-ാം അധ്യായത്തിൽ വായിച്ച പോലെ മരണത്തെയും പാതാളത്തെയും തീപ്പൊയിലേക്ക് തള്ളിക്കളയും. എന്നാൽ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കുക. 1000 വർഷം കൊണ്ട് ഭൂമിയിൽ നീതിമാന്മാർ നിറയുകയാണ്. ഇവരുടെ മധ്യത്തിലുള്ള ദുഷ്ടന്മാരെ വേർതിരിച്ച് തീച്ചൂളയിലിട്ട് സാത്താനെയും തീച്ചൂളയിലേക്ക് തള്ളിക്കളഞ്ഞ് പിന്നീട് ഭൂമിയിൽ ശേഷിക്കുന്നത് നീതിമാന്മാരായ മനുഷ്യർ മാത്രമാണ്, വിശുദ്ധന്മാരാണ്, രക്ഷിക്കപ്പെട്ടവരാണ്. അവർ പുതിയ ഭൂമിയിലേക്ക് അതുപോലെ പ്രവേശിക്കുകയാണ്. അവരോടുള്ള ബന്ധത്തിലാണ് ഈ 3-ാം വാക്യത്തിൽ വായിക്കുന്നത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. ഈ വീണ്ടെടുക്കപ്പെട്ട മനുഷ്യരോടുകൂടെ ദൈവം വസിക്കുകയാണ്. അവരുടെ കണ്ണിലെ കണ്ണുനീരാണ് കർത്താവ് തുടച്ചു കളയുന്നത്. അവർക്കാണ് ദുഃഖവും ഉറവിളിയും ഇല്ല എന്നുള്ളത് പറയുന്നത്. നമ്മെ സംബന്ധിച്ച് വ്യത്യസ്തമായൊരു അനുഭവമാണ്. നമ്മൾ ദൂതന്മാരെ പോലെ ആയി മാറുന്നു. നാം വിവാഹം കഴിക്കുകയോ കൊടുക്കുകയോ ചെയ്യില്ല. നമ്മൾ പുത്തൻ യെരൂശലേമിൽ പിതാവായ ദൈവത്തോടും പുത്രനോടും കൂടെ നമ്മളവിടെ വസിക്കുകയാണ്. എന്നാൽ ഇവിടെ ഒന്നുകൂടെ ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് ആ വാക്യത്തിന്റെ മഹത്വം കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിക്കാം. നമുക്ക് ആ 3-ാം വാക്യത്തിൽ ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, ദൈവത്തിന്റെ കൂടാരം, ടാബർനാക്കിൾ ഓഫ് ഗോഡ് വിത്ത് മെൻ. ദൈവം ഇറങ്ങി വന്ന് മനുഷ്യരോടുകൂടെ വസിക്കുകയാണ്. നമുക്ക് ഏദൻ തുടങ്ങിയുള്ള പ്രവർത്തനമാണ്. യുഗങ്ങൾ ഒരുക്കി കാൽവറി ക്രൂശ് വന്നു. ക്രൂശിൽ വീണ്ടെടുപ്പ് സാധിപ്പിച്ച് അവസാനം നമുക്കറിയാം ഭൂമിയുടെ വീണ്ടെടുപ്പ് സാധിപ്പിച്ച് ഒടുക്കത്തെ ശത്രുവായി മരണത്തെ നീങ്ങി എത്രയോ യുഗങ്ങൾ കഴിഞ്ഞുപോയി. എന്തെല്ലാം പ്രക്രിയയിലൂടെ ലോകം കടന്നുപോയി. സാത്താന്റെ എത്രയോ വഞ്ചനയും എതിർപ്പുകളും നേരിടേണ്ടി വന്നു. മനുഷ്യനെ എത്രയോ പൈശാചികൻ കബളിപ്പിച്ചു. എന്നാൽ അവിടെയെല്ലാം ദൈവം വിജയം കൊണ്ട് വാസ്തവത്തിൽ വീണ്ടെടുപ്പ് പൂർത്തീകരിച്ചു കഴിയുമ്പോൾ പിതാവിന് ഇറങ്ങി വന്ന് ഈ ഭൂമിയിൽ വസിപ്പാൻ ഉതകുന്ന വിധത്തിൽ ആകാശ മണ്ഡലങ്ങളിലും ഭൂമണ്ഡലങ്ങളിലുമുള്ള സകല ദുഷ്ടതകളും എല്ലാം മാറ്റിക്കളഞ്ഞ് ഒരു പുതിയ ഭൂമിയിൽ ഈ വീണ്ടെടുക്കപ്പെട്ട മനുഷ്യരോടുകൂടെ ദൈവം വന്ന് വസിക്കുന്ന മനോഹരമായ ചിത്രം. കർത്താവ് പറഞ്ഞ കാര്യം നമുക്കറിയാം. പഴയ നിയമ യഹൂദന്മാരുള്ള ബന്ധത്തിൽ ഞാൻ അവരുടെ മധ്യത്തിൽ വസിപ്പാൻ എനിക്കൊരാലയം ഉണ്ടാക്കണം. ദൈവത്തിന്റെ ഹൃദയമാണ് അത് കാണുന്നത്. അവരുടെ മധ്യത്തിൽ വസിപ്പാൻ കൊതിച്ച ദൈവം ലോക ജനതതി വീണ്ടെടുക്കപ്പെട്ട് കഴിയുമ്പോൾ അവരോടൊത്ത് അവരുടെ മധ്യത്തിൽ വസിപ്പാൻ അവൻ ഇറങ്ങി വരികയാണ്. ലേവ്യ പുസ്തകം 26-11-12 വാക്യത്തിൽ വായിക്കുന്നുണ്ട്. അവിടെയും കൂടാരം എന്നുള്ള പദപ്രയോഗമുണ്ട്. ദൈവത്തിന്റെ ഹൃദയത്തിന്റെ വാഞ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു. ലെവിറ്റിക്കസ് ചാപ്റ്റർ 26. ഞാൻ എന്റെ നിവാസം നിങ്ങളുടെ ഇടയിലാക്കും, എന്റെ ഉള്ളം നിങ്ങളെ വെറുക്കയില്ല. ഞാൻ നിങ്ങളുടെ ഇടയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. ഞാൻ നിങ്ങൾക്ക് ദൈവവും നിങ്ങൾ എനിക്ക് ജനവുമായിരിക്കും. വീണ്ടെടുക്കപ്പെടുന്ന യഹൂദനുള്ള ബന്ധത്തിലാണ് പറയുന്നത്. ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ വസിച്ചുകൊണ്ട് നിങ്ങൾ എനിക്ക് ജനമായിരിക്കും എന്ന് പറഞ്ഞു. ആ യഹൂദന്മാർ ദൈവത്തിന്റെ ജനമാണ്. എന്നാൽ ജാതികൾ ദൈവത്തിന്റെ ജനമാണെന്ന് പറയുന്നില്ലേ? നമ്മള് തിരുവചനത്തിലൂടെ ശ്രദ്ധിച്ചു നോക്കിയാൽ ലോ അമ്മി, എന്റെ ജനമല്ലാത്തവർ എന്ന് വിളിക്കുന്ന ഒരു കൂട്ടം ആളുകളെ കാണും. ഹോശേയ പ്രവചനം എന്നെടുക്കാം. ആ പ്രവചനം നമുക്ക് അവിടെ നിന്ന് വായിച്ചിട്ട് പുതിയ നിമിത്തമുള്ളത് കോട്ട് ചെയ്യുന്നത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഹോശേയ പ്രവചനം 1-ാം അധ്യായത്തിന്റെ 9-10 വാക്യം നോക്കാം. ഹോശേയ പ്രവചനം 1-ാം അധ്യായത്തിന്റെ 9-10 വാക്യം. അപ്പോൾ യഹോവ അവന് ലോ അമ്മി, എന്റെ ജനമല്ല എന്ന് പേർ വിളിക്കുക. നിങ്ങൾ എന്റെ ജനമല്ല, ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കില്ല എന്ന് അരുളിച്ചത്. അല്പം മുമ്പേ നമ്മൾ വായിച്ച എന്താ? ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കും. ഇവിടെ യഹൂദനോട് പറയുകയാണ്, നിങ്ങൾ ലോ അമ്മി, നിങ്ങൾ എന്റെ ജനമല്ല, നിങ്ങൾ എന്റെ ജനമല്ല, ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കില്ല എന്ന് അരുളി ചെയ്തു. വീണ്ടും 10-ാം വാക്യം കൂടെ, എങ്കിലും ഇസ്രായേൽ മക്കളുടെ സംഖ്യ അളക്കുവാനും എണ്ണുവാനും കഴിയാത്ത കടൽക്കരയിലെ പൂഴി പോലെ ഇരിക്കും. നിങ്ങൾ എന്റെ ജനമല്ല എന്ന് അവരോട് അരുളി ചെയ്തതിന് പകരം നിങ്ങൾ ജീവനുള്ള ദൈവത്തിന്റെ മക്കളെന്ന് അവരോട് പറയും. നിങ്ങൾ ജനമല്ലായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു, എന്നാൽ നിങ്ങൾ ജീവനുള്ള ദൈവത്തിന്റെ മക്കളെന്ന് പറയപ്പെടും. 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, നിങ്ങളുടെ സഹോദരന്മാർക്ക് അമ്മി എന്റെ ജനമെന്നും നിങ്ങളുടെ സഹോദരിക്ക് രൂഹമ കരുണ ലഭിച്ചവളെന്നും പേർ വിളിക്കപ്പെടും. 23-ാം വാക്യം നോക്കിയ അതേ അധ്യായത്തിൽ, ഞാൻ അതിനെ എനിക്കായ ദേശത്ത് വിതയ്ക്കും, കരുണ ലഭിക്കാത്തവളോട് ഞാൻ കരുണ കാണിക്കും, എന്റെ ജനമല്ലാത്തതിനോട് നീ എന്റെ ജനമെന്ന് ഞാൻ പറയും, നീ എന്റെ ദൈവമെന്ന് അവരും പറയും. ഈ വാക്യം നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ പുതിയ നിയമത്തിൽ ജാതികൾക്ക് വേണ്ടി എടുത്ത് കോട്ട് ചെയ്യുകയാണ്. ജാതികൾക്ക് വേണ്ടി റോമലേഖനം 9-ാം അധ്യായം എടുത്താട്ടെ, റോമൻസ് ചാപ്റ്റർ 9. വാസ്തവത്തിൽ ജനമല്ലാത്തവരായിരുന്നു നമ്മൾ, ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവർ. അവരെ ദൈവത്തിന്റെ ജനമാണെന്ന് ദൈവം പറഞ്ഞു. അവരുടെ പാപത്തിന്റെ ഫലമായി ദൈവം പറഞ്ഞു, നിങ്ങൾ എന്റെ ജനമല്ല, എന്നാൽ നിങ്ങൾ എന്റെ ജനമായി. കരുണ ലഭിക്കാത്തവർക്ക് കരുണ ലഭിക്കും. എന്നാൽ 9-ാം അധ്യായത്തിൽ വരുമ്പോൾ 24-25 വാക്യം നോക്കി, നമ്മെ സംബന്ധിച്ചുള്ള നമ്മൾക്ക് വേണ്ടി അതെടുത്ത് കോട്ട് ചെയ്യുകയാണ്. റോമലേഖനം 9-24-25, നമ്മിൽ തന്റെ തേജസ്സിന്റെ ധനം വെളിപ്പെടുത്തുവാൻ ഇച്ഛിച്ചിട്ട് നാശയോഗ്യമായ കോപപാത്രങ്ങളെ വളരെ ദീർഘക്ഷമയോട് സഹിച്ചു എങ്കിലും എന്റെ ജനമല്ലാത്തവരെ എന്റെ ജനമെന്നും പ്രിയല്ലാത്തവളെ പ്രിയെന്നും ഞാൻ വിളിക്കും. നിങ്ങൾ എന്റെ ജനമല്ല എന്ന് അവരോട് പറഞ്ഞ ഇടത്തിൽ അവർ ജീവനുള്ള ദൈവത്തിന്റെ മക്കളെന്ന് വിളിക്കപ്പെടും എന്ന് ഹോശേയ പുസ്തകം അരുളി ചെയ്തുവല്ലോ. യെശയ്യാവോ ഇസ്രായേലിനെ കുറിച്ച് എന്ന് പറഞ്ഞുകൊണ്ട് ആ കോട്ടിങ് എടുത്ത് പറയുന്നു.
1 പത്രോസ് 2:10 കൂടെ നോക്കാം. 1 പത്രോസ് 2:10 മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ, ഇപ്പോഴോ ദൈവത്തിന്റെ ജനം. കരുണ ലഭിക്കാത്തവർ, ഇപ്പോഴോ കരുണ ലഭിച്ചോ. മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവരായിരുന്നു, നിങ്ങൾ കരുണ ലഭിക്കാത്തവരായിരുന്നു, ഇപ്പോൾ നിങ്ങൾ ദൈവത്തിന്റെ ജനമായി കരുണ ലഭിച്ചവരായി. ഇന്ന് 2-3 പേർ എന്റെ നാമത്തിലൂടെ കൂടിയാലും ഞാൻ അവരുടെ മധ്യത്തിലുണ്ട് എന്ന് കർത്താവ് പറഞ്ഞു. അത് നമ്മോട് ദൈവസഭയോടുള്ള വാഗ്ദത്തമാണ്. എന്നാൽ ജനമല്ലാത്ത ഒരു കൂട്ടം ആളുകൾ ഇന്നും ഭൂമിയിലുണ്ട്. അവന്റെ ജനമല്ലാത്ത, രക്ഷിക്കപ്പെടാത്ത വലിയൊരു സമൂഹം. എന്നാൽ നമ്മളിപ്പോൾ വായിക്കുന്നു, പുതിയ ഭൂമിയിൽ വരുമ്പോൾ ദൈവം അവരോടുകൂടെ ഇരുന്നിട്ട്, ആ 3-ാം വാക്യം നോക്കിയാട്ടെ, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന് കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും, അവർ അവന്റെ ജനമായിരിക്കും. അവൻ അവരോടുകൂടെ വസിച്ച് അവർ അവന്റെ ജനമായിരിക്കും. ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കും. അവർ അവന്റെ ജനമായി മാറുകയും അവൻ അവരോടുകൂടെ വസിക്കുകയും ചെയ്യുന്ന ഒരു കാര്യം. നമുക്ക് ലഭിച്ച മഹത്വം എന്ന് ഓർക്കുക. തിരുവനന്തപുരത്തിലൂടെ കടന്നുപോയപ്പോൾ ഒരു കാര്യം മനസ്സിലായി. കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്ന വാക്കുകളുള്ള ബന്ധത്തില് മൈ എന്ന പദം, എന്റെ എന്നുള്ള പദത്തിൽ അനേക പ്രാവശ്യം എടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മള് യോഹന്നാന്റെ സുവിശേഷം 12:26, 18:36 എന്റെ ദാസന്മാർ, മൈ സെർവന്റ്. യോഹന്നാൻ 15:8 മൈ ഡിസൈപ്പിൾസ്, എന്റെ ശിഷ്യന്മാർ. യോഹന്നാൻ 10:3, 14, 15 എന്റെ ആടുകൾ, മൈ ഷീപ്പ്. യോഹന്നാൻ 15:14 മൈ ഫ്രണ്ട്സ്, എന്റെ സ്നേഹിതർ. യോഹന്നാൻ 20:17 എന്റെ സഹോദരന്മാർ, എന്റെ സഹോദരന്മാർ. നോക്കിയേ, മൈ സെർവന്റ്, മൈ ഡിസൈപ്പിൾസ്, മൈ ഷീപ്പ്, മൈ ഫ്രണ്ട്സ്, മൈ ബ്രദറൻസ്. മറ്റു വിധത്തിൽ പറഞ്ഞാൽ ഹീസ് അവർ ലോർഡ്. എന്റെ ജനം, എന്റെ ആടുകൾ, എന്റെ സഹോദരന്മാർ, എന്റെ സ്നേഹിതർ. എന്റെ എന്നുള്ള പദത്തിൽ ആവർത്തിച്ച് പല വിധത്തിൽ നമ്മോടുള്ള ബന്ധം പറയുമ്പോൾ ഹീസ് അവർ ലോർഡ്. നമുക്ക് അവനോടുള്ള ബന്ധം എങ്ങനെയാണ്? നാം അവന്റെ ആടുകളാണെങ്കിൽ ഹീസ് അവർ ഷെപ്പേർഡ്. നാം അവന്റെ ദാസന്മാരാണെങ്കിൽ ഹീസ് അവർ മാസ്റ്റർ. നാം അവന്റെ സ്നേഹിതരാണെങ്കിൽ ഹീസ് അവർ ഫ്രണ്ട്. എന്തൊരു അത്ഭുതകരമായ ബന്ധമാണ്. നാം എന്റെ ആടുകൾ, സോ ഹീസ് അവർ ഷെപ്പേർഡ്. എന്റെ ആടുകൾ, എന്റെ ശിഷ്യന്മാർ, സോ ഹീസ് അവർ മാസ്റ്റർ. എന്റെ ദാസന്മാർ, സോ ഹീസ് അവർ മാസ്റ്റർ. കർത്താവും നമ്മളുമായിട്ടുള്ള വലിയ ബന്ധം, നമുക്കൊരു പൊസഷൻ. എന്റേതെന്ന് കർത്താവ് പറയുമ്പോൾ എന്റെ യജമാനൻ, എന്റെ ഇടയൻ, എന്റെ കർത്താവ്, എന്റെ മാസ്റ്റർ. ഇറ്റ്സ് എ പേഴ്സണൽ റിലേഷൻ. ആ ബന്ധം പുതിയ ഭൂമിയിലേക്ക് വരുമ്പോൾ ഈ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യരുള്ള ബന്ധത്തിൽ ദൈവം പറയുകയാണ്. ആ 3-ാം വാക്യത്തിൽ, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കുകയും അവർ അവന്റെ ജനമായിരിക്കും. മൈ പീപ്പിൾ, ദൈവം താൻ അവരുടെ ദൈവമായിരിക്കും. ദെയർ ഗോഡ്. ഈ ഭൂമി വസിക്കുന്ന മനുഷ്യരെ നോക്കി ദൈവം പറയും മൈ പീപ്പിൾ, അവർ പറയും മൈ ഗോഡ്. ഇത് നമുക്കുള്ള റിലേഷൻ പോലെ വലിയൊരു ബന്ധത്തിലേക്ക് അവർ കടന്നു വരാനായിട്ട് സാധിക്കും. ഇസ്രായേലിനെ കുറിച്ച് എസെക്കിയേൽ 37:27 വാക്യത്തില്, ആ വാക്യം ഞാൻ ഇന്ന് പ്രത്യേകം ശ്രദ്ധിക്കുകയുണ്ടായി. എസെക്കിയേൽ 37 ഇസ്രായേലിനുള്ള ബന്ധത്തിൽ ആ വീണ്ടെടുപ്പ് പ്രവചനപരമായിട്ടൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുള്ളതാണ്. 37:27 അവരെ അസ്ഥിയോട് വന്ന് ചേർന്നു, അവരെ ജീവിപ്പിച്ചു, ശുദ്ധീകരിച്ചു. ദൈവം അവസാനം അവരോടുകൂടെ ഏർപ്പെടുന്ന സന്ദർഭത്തില് 22-ാം വാക്യം, ഞാൻ അവരെ ദേശത്ത് ഇസ്രായേൽ പർവ്വതങ്ങളിൽ തന്നെ ഏകജാതിയാക്കും, ഒരേ രാജാവ് അവരെ എല്ലാവർക്കും രാജാവായിരിക്കും, അവരിനി 2 ജാതിയായിരിക്കില്ല, 2 രാജ്യമായി പിരികയില്ല എന്ന് പറഞ്ഞിട്ട് 23-ാം വാക്യത്തിന്റെ അവസാനം, അങ്ങനെ അവർ എനിക്ക് ജനമായും ഞാൻ അവർക്ക് ദൈവമായിരിക്കും. അങ്ങനെ അവർ എനിക്ക് ജനമായും ഞാൻ അവർക്ക് ദൈവമായിരിക്കും. 27-ാം വാക്യം നോക്കിയേ, എന്റെ നിവാസം അവരോടുകൂടെ ഉണ്ടാകും, ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കും. ഇസ്രായേലിനുള്ള ബന്ധത്തിലും ദൈവം അവരുടെ ദൈവമായി, അവർ അവന്റെ ജനമായിരിക്കും. സഹസ്രാർത്ഥ ഭൂമിയില് ആ വലിയ അനുഗ്രഹത്തിലേക്ക് ഇസ്രായേൽ കടന്നു വരും. പുതിയ ഭൂമിയിലേക്ക് കയറുമ്പോൾ ഈ ഇസ്രായേൽ മാത്രമല്ല, ലോകത്തിൽ വീണ്ടെടുക്കപ്പെട്ട സകല ജാതികളും എന്ന് പറഞ്ഞാൽ എല്ലാവരും. കർത്താവ് നമ്മളോട് പ്രാർത്ഥിക്കാൻ ശിഷ്യന്മാരെ പഠിപ്പിച്ചു. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണം എന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ അത് ആശ്ചര്യമായി പൂർത്തീകരിക്കുന്ന സന്ദർഭം എഫേസ്യ ലേഖനത്തിൽ പൗലോസ് രേഖപ്പെടുത്തി. കാലത്തിന്റെ തികവിൽ എല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്കാം. ആ വാക്യം നമുക്ക് നോക്കാം. എഫേസ്യ ലേഖനത്തിൽ അവൻ തന്റെ ഹിതത്തിന്റെ മർമ്മം നമ്മോട് അറിയിച്ചു. എന്താണത്? ആ വലിയ മിസ്റ്ററി എന്താണ്? എഫേസ്യ ലേഖനം 1:10 വായിക്കാം. അവനിൽ താൻ മുൻനിർണയിച്ച തന്റെ പ്രസാദത്തിന് തക്കവണ്ണം തന്റെ ഹിതത്തിന്റെ മർമ്മം അവൻ നമ്മോട് അറിയിച്ചു. അത് സ്വർഗത്തിലും ഭൂമിയിലുള്ളതെല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്ക എന്നിങ്ങനെ കാലസമ്പൂർണതയുടെ വ്യവസ്ഥയ്ക്കായിക്കൊണ്ട് തന്നെ, ഇൻ ദ ഫുൾനെസ് ഓഫ് ടൈം, വീണ്ടും സ്വർഗവും ഭൂമിയും ഒരു ശിരസിന്റെ കീഴിൽ കൊണ്ടുവരികയാണ്. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ തന്നെ ഭൂമിയിൽ. ഇവിടെ വായിക്കുന്നത് സ്വർഗത്തിലും ഭൂമിയിലുള്ളതെല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്കാം, എല്ലാം ഒരു ശിരസിന്റെ കീഴിൽ കൊണ്ടുവരികയാണ്. ഇന്ന് സഭ അവന്റെ ശിരസിന്റെ കീഴിൽ വന്നു. സഭ അവന്റെ ശിരസിന്റെ കീഴിലാണ്. 1000 ആണ്ട് വാഴ്ചയിൽ ജാതികളെ ബലം പ്രയോഗിച്ച് ഭരണം നടത്തുന്നു. എന്നാൽ ഇസ്രായേൽ മക്കൾ, ദൈവത്തിന്റെ ജനം, നമ്മൾ വായിച്ച പോലെ വരുമെങ്കിലും പുതിയ ഭൂമിയിലേക്ക് കടന്നു വരുമ്പോൾ എല്ലാവരും അവിടെ ഇരുമ്പോലിന്റെ ആവശ്യമില്ല, അവിടെ ശക്തിയുടെ ആവശ്യമില്ല.
അവരുടെ ദൈവമായ അവൻ അവരോടുകൂടെ വസിക്കുമ്പോൾ അവൻ അവരുടെ ദൈവവും അവർ അവന്റെ ജനവുമായിരിക്കും. നമ്മളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന പോലെയുള്ള ആ വലിയ ഒരു റിലേഷൻഷിപ്പ് അവർക്കുണ്ട്. എസെക്കിയേൽ 32:27 ഇസ്രായേലിൽ എന്റെ നിവാസം അവരോടുകൂടെ ഉണ്ടാകും, ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമായിരിക്കും. നമ്മെക്കുറിച്ച് എബ്രായർ 11:16 നമ്മൾ വായിക്കുന്നില്ലേ? ആകയാൽ ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. അബ്രഹാം, യാക്കോബ്, ഇസ്ഹാക്ക് മുതലായവരെ കുറിച്ച് പറയുമ്പോൾ അവരുടെ ദൈവം എന്ന് വിളിക്കുവാൻ അവൻ മടി കാണിച്ചില്ല എന്ന് പറയുന്നു. ഹീസ് അവർ ഗോഡ്. ആ ദൈവം കാലത്തിന്റെ തികവിൽ നടത്തുന്ന വലിയൊരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത്. നമുക്കിനി ആ 4-ാം വാക്യം നോക്കാം. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും, ഇനി മരണം ഉണ്ടാകുകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഉണ്ടാകുകയില്ല. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. സിംഹാസനിരിക്കുന്നവൻ ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്നരുളി ചെയ്യുന്നു. ഇവിടെ ഇത് മനസ്സിലാക്കാനും വ്യാഖ്യാനിപ്പാനും പ്രയാസമുള്ള ഒരു വാക്യം പോലെ തോന്നും. കണ്ണുനീര് തുടച്ചു കളയുന്ന ഈ ഭൂമി ജീവിക്കുന്ന മനുഷ്യരുടെ കണ്ണുനീരാണ്. മരണം ഉണ്ടാകത്തില്ല. യെശയ്യാവ് 65:17-21 വാക്യങ്ങളിൽ ആപത്തിനായിട്ട് അവർ പ്രസവിക്കില്ല, അവരുടെ സന്താനം അവരുടെ കൂടെ ഇരിക്കും. യെശയ്യാവ് 25:8 അവൻ മരണത്തെ സദാകാലത്തേക്ക് നീക്കിക്കളയും, കണ്ണുനീർ തുടച്ചു കളയും. 1 കൊരിന്ത്യർ 15:24 വായിച്ച പോലെ ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകും. മരണത്തെ തീപ്പുകളിലേക്ക് തെള്ളിയിട്ട് കളയും. അവിടെ ദുഃഖമില്ല, കഷ്ടതയില്ല, മുറവിളിയില്ല. ആ വാക്യം വായിക്കുമ്പോഴൊക്കെ നമുക്ക് തോന്നും ഇല്ല ഇല്ല, എന്തെല്ലാം ഇല്ല എന്ന് പറയുന്നു, എന്നാൽ എന്തുണ്ട് എന്നുള്ളത് അവിടെ വെളിപ്പെടുത്തുന്നില്ലേ, എല്ലാം പറയുന്നില്ലേ. ഒരുപക്ഷെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. 2 കൊരിന്ത്യർ 12:4 പൗലോസ് ഏതാണ്ട് 14 വർഷത്തോളം മൗനമായിരുന്ന ശേഷം സ്വർഗത്തിലേക്ക് എടുത്തുകൊള്ളപ്പെട്ട ആ മനുഷ്യൻ ആ കാര്യങ്ങളെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ പറയുന്നുണ്ട്, അത് മനുഷ്യർക്ക് ഉച്ചരിച്ചു കൂടാൻ പാടില്ല. താൻ അവിടെ കണ്ടതും കേട്ടതും എന്താണെന്നുള്ളത് പൗലോസ് പറയുന്നില്ലേ. എന്നാൽ ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു, അവൻ 3 സ്വർഗത്തോളം എടുത്തുകൊള്ളപ്പെട്ടു. അവനോട് കണ്ടത് കേട്ടത് പറയുന്നില്ല. ഇറ്റ് ഈസ് നോട്ട് ലോഫുൾ ഫോർ എ മാൻ ടു അട്ടർ ഇറ്റ്. അത് മനുഷ്യന് പറയുന്നത് നിയമപരമായ കാര്യമല്ല, പറയുവാൻ സാധ്യമല്ല. ഇവിടെയും യോഹന്നാൻ കണ്ട കാര്യങ്ങൾ പറയുന്നില്ല, എന്നാൽ അവിടെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു. ഇന്ന് മനുഷ്യനെ വേദനിപ്പിക്കുന്ന കഷ്ടതയും മുറവിളിയും ദുഃഖവും വേദനകളും ഒക്കെ അതൊന്നും ഇല്ലാത്തൊരു ലോകമാണെന്ന് വെളിപ്പെടുത്തിയിട്ടുള്ളൂ. അങ്ങനെയുള്ളൊരു ലോകത്തെക്കുറിച്ച് ചിന്തിച്ചാൽ തന്നെ അതിന്റെ മഹത്വം നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ മാത്രമല്ല, ദൈവം പറഞ്ഞതാ ഞാൻ സകലവും പുതുതാക്കുന്നു. യെശയ്യാവ് 65:17 ഞാൻ പുതിയ ആകാശം പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു, മുമ്പിലത്തേത് ആരും ഓർക്കയില്ല, ആരുടെയും മനസ്സിൽ വരികയില്ല. യെശയ്യാവ് 43:18-19 ഇതാ ഞാൻ പുതിയൊന്ന് ചെയ്യുന്നു, ഞാൻ പുതിയൊന്ന് ചെയ്യുന്നു. ഒരുത്തൻ ക്രിസ്തുവിലായാൽ ഇന്ന് പുതിയൊരു സൃഷ്ടിയായി. എന്നാൽ അന്ന് സകലവും പുതുതാക്കുന്ന ഒരവസ്ഥയിലേക്ക് എഴുതും. എന്നാൽ ഇവിടെ എടുത്തു പറഞ്ഞു, എഴുതുക ഈ വചനം വിശ്വാസയോഗ്യവും സത്യമാണ്. എഴുതുക ഈ വചനം വിശ്വാസയോഗ്യ സത്യമാണ്. എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? ഇറ്റ് ഈസ് ട്രസ്റ്റ്വർത്തി ആൻഡ് ട്രൂ. ദീസ് വേർഡ്സ് ആർ ട്രസ്റ്റ്വർത്തി ആൻഡ് ട്രൂ. കാരണം ഇതങ്ങോട്ട് വിശ്വസിപ്പാൻ ബുദ്ധിമുട്ടുള്ള വിധത്തിൽ അത്ര നല്ലതാണ്. ഒരുപാട് നല്ല വാർത്ത കേട്ടാൽ ചിലപ്പോൾ നമുക്ക് ശരിയാണോ എന്ന് ചോദിക്കും. അത് വിശ്വസിപ്പാൻ പ്രയാസമാണ്. ദൈവം എടുത്ത് വാക്ക് പറയുകയാണ്, ഇറ്റ് ഈസ് ട്രസ്റ്റ്വർത്തി ആൻഡ് ട്രൂ. ഇത് വിശ്വാസയോഗ്യമാണ്, സത്യമാണ്. ഇതുപോലെ സംഭവിക്കും. നമ്മളൊരു കാര്യം ചിന്തിച്ചു നോക്കിയേ, ഇന്ന് ക്രിസ്ത്യ ഗോളത്തിൽ പോലും വലിയത് വിശ്വസിക്കുന്നില്ലേ? വലിയൊരു സമൂഹം, ക്രിസ്ത്യ സമൂഹത്തിൽ ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കും എന്നുള്ളത് വിശ്വസിക്കുന്നില്ല, അവരറിയുന്നില്ല. ദൈവം പറയുകയാണ്, ഇത് വിശ്വാസയോഗ്യമാണ്, സത്യമാണ്, ഇത് വിശ്വസിപ്പാൻ കഴിയുന്നതാണ്. ഭോഷ്കില്ലാത്ത ദൈവം സകലകാലത്തിനും വാഗ്ദത്തം ചെയ്ത നിത്യജീവന്റെ പ്രത്യാശയ്ക്കായി നമ്മെ വിളിച്ചുവെന്ന് തീത്തോസ് 1:2 വായിക്കുന്നു. മാത്രമല്ല, ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ. ദൈവം വിശ്വസ്തനാണ്, അവൻ വാക്കുമാറാത്തവനാണ്. നാം ഭോജനയാഗം പഠിച്ചപ്പോൾ ഓർത്തു, ലേവ്യ പുസ്തകം 2-ാം അധ്യായത്തിൽ നിന്റെ ദൈവത്തിന്റെ നിയമത്തിന്റെ ഉപ്പ് ചേർക്കാതിരിക്കരുത്. എല്ലാ ഭോജനയാഗത്തിലും നിന്റെ ദൈവത്തിന്റെ നിയമത്തിന്റെ ഉപ്പ് ചേർത്തിരിക്കണം. ആ നിയമത്തിന്റെ ഉപ്പ് എന്തിനെ കാണിക്കുന്നു? മാറ്റമില്ലാത്ത ഉടമ്പടി. ഞാൻ ദാവീദിനും അവന്റെ സന്തതിക്കും ഒരു ലവണ നിയമത്താൽ ഇസ്രായേലിന്റെ സിംഹാസനം തന്നിരിക്കുന്നു. ലേവ്യ പുരോഹിതന്മാരോട് പറഞ്ഞു, അഹരോന്റെ സന്തതികൾക്ക് ഒരു ലവണ നിയമമായി ഞാൻ ഇന്ന യാഗങ്ങളിൽ ഇന്ന വസ്തുക്കളൊക്കെ തന്നിരിക്കുന്നു. മാറ്റമില്ലാത്ത ഉടമ്പടി കൊണ്ട് എന്നും അത് കൊടുത്തിരിക്കുന്ന പോലെ യേശു ക്രിസ്തു കൊണ്ട് അടച്ചു വരുമ്പോൾ കർത്താവിനെ കാണിക്കുന്ന ആ യാഗത്തിൽ നിന്റെ ദൈവത്തിന്റെ നിയമത്തിന്റെ ഉപ്പ് ചേർക്കാതിരിക്കരുത്. അവനിൽ ഉവ്വ് എന്നും ഇല്ല എന്നും മാത്രമേ ഉള്ളൂ. എല്ലാം ട്രസ്റ്റ്വർത്തിയാണ്, ട്രൂ ആണ്. ഇതൊക്കെ സംഭവിക്കും, ഇത് അതുപോലെ നടക്കും എന്നുള്ളത് ദൈവം തന്റെ ദാസന്മാർക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്. ദൈവത്തെ നന്ദിയോടെ നമുക്ക് സ്തുതിക്കാൻ സാധിക്കും. എന്നാൽ 6-ാം വാക്യത്തിൽ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യമുണ്ട്. 6-ാം വാക്യം, പിന്നെ അവൻ എന്നോട് അരുളിച്ച് സംഭവിച്ചു തീർന്നു. ഇറ്റ് ഈസ് ഡൺ. ആ ഒറ്റ വാക്ക് എത്രയോ ദീർഘമായി പ്രസംഗിപ്പാൻ കഴിയും. ഇറ്റ് ഈസ് ഡൺ. കാൽവറി ക്രൂശിൽ വീണ്ടെടുപ്പിനുള്ള ബന്ധത്തിൽ കർത്താവ് അത് പറഞ്ഞു. സകലം വൃത്തിയായി, ടെറ്റലാസ്തായി. ഇവിടെയും നോക്കിയേ, ആ വീണ്ടെടുപ്പ് പുതിയ ഭൂമിയെക്കുറിച്ചുള്ള വെളിപ്പാട് തരുമ്പോൾ, പുതിയ ഭൂമിയെക്കുറിച്ചും ആ പുത്രന്റെ സിനിമയെ കുറിച്ചുള്ള വെളിപ്പാട് തരുമ്പോൾ ദൈവം പറയുകയാണ്, ഇറ്റ് ഈസ് ഡൺ. സംഭവിച്ചു തീർന്നു.
സകലവും നിവൃത്തിയായി കഴിഞ്ഞു. യുഗങ്ങൾ കാത്തിരുന്ന ചരിത്രത്തിന്റെ ഏടുകൾ ഒന്നൊന്നായി അഴിഞ്ഞുകൊണ്ട് എല്ലാ സംഭവങ്ങളും അതിനനുസരിച്ച് മുന്നോട്ട് നീങ്ങി ദൈവം ആഗ്രഹിച്ച നിന്റെ രാജ്യം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമെന്ന് പ്രാർത്ഥിച്ചതും എഫേസ്യ ലേഖനത്തിൽ വായിച്ച പോലെ ഒരു ശിരസിന്റെ കീഴിൽ സ്വർഗവും ഭൂമിയും ഒരുപോലെ കൊണ്ടുവരിക എന്നുള്ളതും നിവർത്തിച്ചു കഴിഞ്ഞപ്പോൾ ഇറ്റ് ഈസ് ഡൺ, സംഭവിച്ചു തീർന്നു. ദൈവം അത് പൂർത്തീകരിച്ചു എന്നുള്ളതിന്റെ മനോഹരമായ പ്രസ്താവന അവിടെ എടുത്തു പറഞ്ഞു. ഐ എം ആൽഫ ആൻഡ് ഒമേഗ, ഞാൻ ആദിയും അന്തവും. ആ വാക്യം നോക്കിയേ, ഞാൻ ആൽഫയും ഒമേഗയും ആദിയും അന്തവുമാണ്. ഐ എം ആൽഫ ആൻഡ് ഒമേഗ എന്ന് പറഞ്ഞാൽ ചരിത്രം അവനിൽ നിന്ന് ആരംഭിച്ചു, ചരിത്രം അവനിൽ പൂർത്തീകരിക്കുന്നു. ഐ എം ആൽഫ, ഗ്രീക്ക് ഭാഷയുടെ ആദ്യത്തെയും അവസാനത്തേതുമായ അക്ഷരമാണ് ആൽഫയും ഒമേഗയും. ആൽഫ, ബീറ്റ, ഗാമ എന്ന് പറഞ്ഞു പോയാൽ അവസാനം വരുമ്പോൾ ഈ ആൽഫ ഒമേഗ വരികയാണ്. ഈ രണ്ടക്ഷരമാല നമ്മൾ പറയത്തില്ലേ എ ടു സെഡ് എന്ന് പറയുമ്പോൾ മുഴുവൻ ഉൾപ്പെടുന്ന ഒരു കാര്യത്തെക്കുറിച്ച് എ ടു സെഡ് എന്ന് പറയുന്നു. അതുപോലെ ആൽഫ ആൻഡ് ഒമേഗ. ഇവിടെ കർത്താവ് എടുത്ത് പറഞ്ഞു, ഞാൻ ആൽഫയും ഒമേഗയും ആണെന്ന് കർത്താവ് പറയുമ്പോൾ, നമ്മുടെ കർത്താവ് വെളിപ്പെടുത്തുമ്പോൾ പിതാവായ ദൈവത്തിന് ഇതെടുത്ത് പറഞ്ഞിട്ടുള്ള പദമാണ്. യെശയ്യാവ് 44:6, ഐസ്യ 44:6. പിതാവും പുത്രനും ഒന്നാണെന്നുള്ള പഠനത്തോടുള്ള ബന്ധത്തിലും ഇത് ശ്രദ്ധേയമായ ഒരു വാക്യമാണ്. 44:6 വാക്യം. ഇസ്രായേലിന്റെ രാജാവായ യഹോവ, അവന്റെ വീണ്ടെടുപ്പുകാരനായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചത്, ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു, ഞാനല്ലാതൊരു ദൈവമില്ല. ഞാനാണ് ആദ്യനും അന്ത്യനും. ഐ ആം ദ ഫസ്റ്റ്, ഐ ആം ദ ലാസ്റ്റ്. ഐ ആം ദ ഫസ്റ്റ് ആൻഡ് ദ ലാസ്റ്റ്. ഇവിടെ നമ്മൾ വെളിപ്പാട് ദിവസം 21:6 വായിക്കുന്നു, ഞാൻ ആദ്യനും അന്ത്യനുമാണ്. ആദ്യൻ എന്നുള്ളതിന്റെ ആർച്ചി എന്ന ഗ്രീക്ക് വാക്കാണെന്ന് പറയുന്നു. ആർച്ചി എന്ന് പറയുമ്പോൾ എവറിത്തിങ് ദാറ്റ് ഹാസ് എ ബിഗിനിങ്, എല്ലാത്തിനും ആരംഭം കുറിച്ചവൻ, ദ സോഴ്സ് ഓഫ് ഓൾ തിങ്സ്. എന്നാൽ അന്തമെന്ന് പറയുമ്പോൾ ടെലിയോസ്, ദ ഗോൾ ഓഫ് എവറിത്തിങ്, സകലത്തെയും പൂർത്തിയിലേക്ക് കൊണ്ടുവന്നവൻ. ടെലിയോസ് എന്ന ഗ്രീക്ക് വാക്ക് നമ്മൾ അന്യഭാഷയെ കുറിച്ച് പഠിച്ചപ്പോൾ പഠിച്ചിട്ടുണ്ട്. വളർന്നുകൊണ്ടിരിക്കുന്ന ഒന്ന് വളർന്ന് പൂർത്തീകരിക്കുമ്പോൾ ടെലിയോസ്. ഞാൻ ആദ്യം അന്തവുമാണ്, ആർച്ചിയും ടെലിയോസുമാണ്. എന്നിൽ നിന്നാണ് സകലത്തിന്റെ ആരംഭം. എല്ലാം ചെന്ന് സമാപ്തിയിലേക്ക് കുറിക്കുന്നത് ഞാനാണ്. റോമലേഖനം 11:36 എന്ന് വായിക്കുക. ഈ ആശയമാണ് അവിടെ നമുക്ക് കിട്ടുന്ന ഒരു ആശയം. റോമർ 11:36, റോമൻസ് ചാപ്റ്റർ 11. ഞാൻ ആദ്യം അന്തനുമാണ് എന്ന് പറഞ്ഞാൽ അവനിൽ നിന്ന് സകലവും ആരംഭിച്ച് അവൻ സകലവും സമാപ്തിയിലേക്ക് കൊണ്ടുവരുന്നു എന്ന ആശയം. റോമലേഖനം 11:36. സകലവും അവനിൽ നിന്നും അവനാലും അവങ്കലേക്കും ആകുന്നു, അവൻ എന്നേക്കും മഹത്വം. സകലവും അവനിൽ നിന്ന്, ആർച്ചി, എല്ലാത്തിന്റെ ആരംഭം അവനിൽ നിന്ന്. മാത്രമല്ല അതിന്റെ സകല പൂർത്തീകരണം വരുത്തതും സകലവും അവനിൽ നിന്നും അവനാലും അവങ്കലേക്കുമാകുന്നു. ടെലിയോസ്, അതിന്റെ പൂർത്തീകരണം വരുത്തുന്നവനും. ഞാൻ ആദിയും അന്തവുമാണ്. എഫേസ്യർ 4:6, എല്ലാവർക്കും മീതെയുള്ളവനും എല്ലാവരിലും കൂടെ വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനും എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ. ആ വെളിപ്പാട് അവിടെ കിട്ടും. ഈ സംഭവിച്ച് തീർന്നതിനെ കുറിച്ച് പറയുമ്പോൾ താനതിന് പൂർത്തീകരിച്ചു എന്നുള്ളത് അവിടെ വെളിപ്പെടുത്തുകയാണ്. ഇനിയും അതിന്റെ 6 വാക്യത്തിൽ തന്നെ, ദാഹിക്കുന്നവന് ഞാൻ ജീവനുറവിൽ നിന്ന് സൗജന്യമായി കൊടുക്കും, ജയിക്കുന്നവന് അത് അവകാശമായി ലഭിക്കും. ദാഹിക്കുന്നവന് ഞാൻ ജീവനുറവിൽ നിന്ന് സൗജന്യമായി കൊടുക്കും. നമ്മുടെ കർത്താവ് പറഞ്ഞില്ലേ, ഉത്സവത്തിന്റെ മഹാദിവസമായ ഒടുക്കത്തെ നാളിൽ നിന്നുകൊണ്ട് ദാഹിക്കുന്നവൻ എന്റെ അടുക്കൽ വരട്ടെ. മനുഷ്യനെ നോക്കിയാൽ അവൻ എന്തിനു വേണ്ടിയോ ദാഹിക്കുന്ന ഒരു ഹൃദയമുള്ളവനാണ്. ലോകത്തിന്റെ ഏത് കോണിൽ പോയാലും അവന്റെ ഹൃദയം എന്തിനോ ദാഹിക്കുന്നു. ആ ദാഹം വാസ്തവത്തിൽ ദൈവത്തെങ്കിലേക്കുള്ള ദാഹമാണ്. അവൻ ദൈവത്തെങ്കിലേക്ക് ഒരു ദാഹമുള്ളവനാണ് മനുഷ്യനൊക്കെ. ആ ദാഹത്തിന് അവൻ തന്നെ ശമനം വരുത്തും എന്നുള്ളതാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. ആ ദാഹത്തിന് അവൻ ശമനം വരുത്തും. ഇനി അവർക്ക് ദാഹിക്കയില്ല എന്നുള്ളതിനെക്കാട്ടിലുപരി ഇവിടെ ദാഹിക്കുന്നവന് ജീവനുറവിൽ നിന്ന് സൗജന്യമായി എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സന്നിധി കൊണ്ട് അവനെ തൃപ്തി അടയിക്കും. അവന് ജീവനുറവിൽ നിന്ന്, കർത്താവിൽ നിന്ന് തന്നെ ആ സംതൃപ്തി അടയുവാൻ സാധിക്കും. ജീവിതത്തിന്റെ ഏറ്റവും ധന്യമായ മുഹൂർത്തം അതാണ്. നമ്മെ സംബന്ധിച്ചും ധന്യമായ മുഹൂർത്തം അതാണ്. കർത്താവായ യേശുക്രിസ്തുവിൽ ദൈവത്തിൽ നമ്മുടെ ആ ധന്യത കണ്ടെത്തുന്നതാണ് ഏറ്റവും സാറ്റിസ്ഫൈഡ് ലൈഫ്. അതുപോലെ ദാഹിക്കുന്ന മനുഷ്യന് ദൈവത്തിൽ തന്നെ സംതൃപ്തി കണ്ടെത്തുവാനായിട്ട് ഇടയാകും. ജയിക്കുന്നവന് അത് ലഭിക്കും എന്നുള്ളത് രേഖപ്പെടുത്തി. എന്നാൽ ഇത് പറഞ്ഞിട്ട് ഉടനെ ദൈവം പറഞ്ഞു, ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. ഇസ്രായേലിനുള്ള ബന്ധത്തിൽ അത് പറഞ്ഞു. പുറപ്പാട് 4:22, ഇസ്രായേലിന്റെ പുത്രൻ. അവരെ കുറിച്ച് വീണ്ടും പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ദൈവവും നിങ്ങൾ എനിക്ക് ജനവുമായിരിക്കും. 2 കൊരിന്ത്യർ 6:16-18 വരെ നമ്മോട് പറഞ്ഞു, വേർപെട്ടിരിക്കും, എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾ എനിക്ക് മക്കളായിരിക്കും, ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കും. ഒരു പിതൃപുത്ര ബന്ധം എന്ന് പറഞ്ഞാൽ അത് പറയുന്നത് എപ്പോഴാണ്? ജയിക്കുന്നവന് അവകാശമായി കൊടുക്കും എന്ന് പറഞ്ഞു. അവൻ എനിക്ക് മകനും ഞാൻ അവന് ദൈവമായിരിക്കും. ഈ ലോകത്തിൽ വെളിപാട് പുസ്തകത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ പഠിച്ചപ്പോൾ സഭാ കാലയളവ്, ഇങ്ങനെയുള്ള കാലയളവിലൊക്കെ പ്രലോഭിപ്പിക്കുന്ന, മനസ്സിനെ ക്ഷീണിപ്പിക്കുന്ന, മനസ്സിന്റെ ഏകാഗ്രത നഷ്ടപ്പെടുത്തുന്ന അനേക കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ മധ്യത്തിൽ വിശ്വസ്തയോടെ ഇത് പാലിച്ച്
ജയിക്കുന്നവന് അവനും ദൈവമായിട്ടുള്ളൊരു വലിയ ബന്ധം, ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കുമെന്ന്, അത് പുതിയ നിയമസഭയുള്ള ബന്ധത്തിലും പഴയ നിയമ ഇസ്രായേലിനുള്ള ബന്ധത്തിലും ഒക്കെ പറഞ്ഞിരിക്കുന്നത് നാം കാണുമ്പോൾ, പിതൃപുത്ര ബന്ധത്തോടുള്ള ബന്ധത്തിൽ അഭേദ്യമായ ഒരു ബന്ധം നൽകപ്പെടുന്ന ദൈവത്തിന്റെ മഹത്വത്തെ അവിടെ വെളിപ്പെടുത്തുകയാണ്. അത് പറഞ്ഞിട്ട് വലിയൊരു വാണിംഗാണ്, വലിയൊരു വാണിംഗ്, നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്. ഇത്രയും അനുഗ്രഹത്തിന്റെ വാക്കുകൾ പറഞ്ഞിട്ട് നോക്കുക, ആ 8ാം വാക്യം, എന്നാൽ ഈ കാര്യങ്ങളൊക്കെ സത്യമാണ്, ഇതൊക്കെ സംഭവിക്കും, അത് സത്യമായ വചനമാണ്, വിശ്വാസയോഗ്യമാണ് എന്ന് പറഞ്ഞ് ഇതിന്റെ സകല അനുഗ്രഹങ്ങളെ വെളിപ്പെടുത്തിയിട്ട് എന്നാൽ ദൈവം പറയുകയാണ്, എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനിറപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരർ എന്നിവർക്കും ഭോഷ്ക് പറയുന്ന ഏവർക്കുള്ള ഓഹരി തീങ്ങത്ത് പോയിത്രേ. ഇത് രണ്ടാമത്തെ മരണം. രണ്ടാമത്തെ മരണത്തെക്കുറിച്ച് 20ാം അധ്യായത്തിന്റെ 14, 15 വാക്യത്തെ നമ്മൾ പഠിക്കുകയുണ്ടായി. അത് നരകമാണ്, തീപ്പൊയ്കയാണ് രണ്ടാമത്തെ മരണം. എന്ന് പറഞ്ഞാൽ ഈ അനുഗ്രഹങ്ങൾ തന്റെ ജനത്തിന് അനുഭവിപ്പാൻ കഴിയുമ്പോൾ ഈ വിധത്തിൽ മ്ലേച്ഛതയുള്ള മനുഷ്യനൊക്കെ തീപ്പൊയ്ക, രണ്ടാം മരണമാണ് അവന്റെ ഓഹരി. ഇതുപോലൊരു ലിസ്റ്റ് 22ാം അധ്യായത്തിലുണ്ട്. 22ന്റെ 15ാം വാക്യം, 22:15. നായ്ക്കളും ക്ഷുദ്രക്കാരും ദുർനടപ്പുകാരും കുലപാതകന്മാരും ബിംബാരാധികളും ഭോഷ്കൾ പ്രിയപ്പെടുന്നവരും അതിനെ പ്രവർത്തിക്കുന്ന ഏവനും പുറത്തു തന്നെ, അവനൊന്നും അകത്തോട്ട് വരില്ല. ഇതുപോലൊരു ലിസ്റ്റ് അവിടെ കാണുന്നു. 1 കൊരിന്ത്യർ 6:9-10 വരെ വായിച്ചാലും ഇതുപോലൊരു ലിസ്റ്റ് പൗലോസ് പറയുന്നുണ്ട്, പാപത്തിന്റെ പട്ടിക. നിങ്ങളിൽ ചിലരൊക്കെ ഈ വകക്കാരായിരുന്നു, എങ്കിലും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലും പരിശുദ്ധാത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകി വെടിപ്പാക്കി എന്ന് വായിക്കുന്നു. നിങ്ങളും ഇങ്ങനെയൊക്കെ ആയിരുന്നു, എന്നാൽ നിങ്ങൾക്കൊരു കഴുകൽ ലഭിച്ചു, നിങ്ങൾക്കൊരു വീണ്ടും ജനനം ലഭിച്ചു. തീത്തോസ് രേഖപ്പെടുത്തിയ പോലെ പുനർജനന സ്നാനം, ഒരു കഴുകൽ ലഭിച്ചു. ഇവിടെ ദൈവം വളരെയധികം അത് വാൺ ചെയ്യുകയാണ്. ഭീരുക്കള്, അവിശ്വാസികള്, അറക്കപ്പെട്ടവര്, കുലപാതകന്മാർ, ദുർനടപ്പുകാര്, ക്ഷുദ്രക്കാര്, ബിംബാരാധികള്, ഭോഷ്ക് പറയുന്നവര്, അവർക്കുള്ള ഓഹരി തീങ്കന്ധവും കത്തുന്ന പൊയ്കയാണ്. ഓരോന്നും അപഗ്രഥിച്ച് നോക്കുവാൻ കഴിയും. ആരാണ് ഈ ഭീരുക്കള്? ഈ പട്ടികയിൽ ആദ്യം പറഞ്ഞിരിക്കുന്ന ഭീരുക്കളാണ്. ആരാണ് ഭീരുക്കള്? സദൃശവാക്യം 29:25 വായിക്കുന്നു, മനുഷ്യഭയം ഒരു കണിയാണ്. ഭീരുത്വം മനുഷ്യനെ ഭയപ്പെടുകയാണ്. എന്നാൽ സദൃശവാക്യം 14:27 വായിക്കുന്നു, യഹോവ ഭക്തി ജീവന്റെ ഉറവാണ്. അതിനാൽ മരണത്തിന്റെ കെടികളെ മനുഷ്യൻ വിട്ടുപോകും, രക്ഷ പ്രാപിക്കും. ദൈവത്തെ ഭയപ്പെടണം. മനുഷ്യനെ ഭയപ്പെടുകയാണെങ്കിൽ അതൊരു വലിയ കണിയാണ്, അത് ഭീരുത്വമാണ്. ഭീരുക്കള്, വലിയൊരു സമൂഹം നിത്യനരകത്തിൽ പോകുന്നതിന്റെ കാരണം അവർ ഭീരുക്കളായിപ്പോയി. അവരുടെ വീട്ടുകാരെ പേടിച്ചു, അവരുടെ നാട്ടുകാരെ പേടിച്ചു, അവരുടെ സമൂഹത്തെ പേടിച്ചു. യേശുക്രിസ്തുവിനെ ഏറ്റുപറയുവാൻ അവർ മടി കാണിച്ചു. കർത്താവ് നമ്മെ പഠിപ്പിച്ചു, ആരെ ഭയപ്പെടണം? ദേഹത്തെ കൊന്നിട്ട് അധികമായി ചെയ്യുവാൻ ഒന്നും കഴിയാത്തവനെ ഭയപ്പെടണ്ട. ദേഹത്തെയും ദേഹിയെ കൊന്ന് നരകത്തിൽ കളയുവാൻ അധികാരമുള്ളവനെ ഭയപ്പെടുവാൻ കർത്താവ് പഠിപ്പിച്ചു. അതാരാണ്? ദൈവമാണ്. ദൈവഭയം, അത് മരണത്തിന്റെ കണികളിൽ നിന്ന് വിടുതൽ ലഭിക്കുന്നു. ഭീരുക്കള് ആദ്യത്തെ പട്ടികയിൽ പറഞ്ഞു. 2 അവിശ്വാസികൾ. അവനിൽ യോഹന്നാൻ 3:18 വായിക്കുന്നുണ്ട്, അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല, വിശ്വസിക്കാത്തവന് ദൈവത്തിന്റെ ഏകജാതപുത്രനിൽ വിശ്വസിക്കായികയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. അവിശ്വാസികൾ. എബ്രായർ 3:18-19. അവിശ്വാസം നിമിത്തം അവർക്ക് പ്രവേശിപ്പാൻ കഴിഞ്ഞില്ലേ. 3 അറക്കപ്പെട്ടവർ, അബോമിനബിൾ. ലൂക്കോസ് 16:15. പരീശന്മാരുള്ള ബന്ധത്തിൽ പറയുന്നു, നിങ്ങളെ തന്നെ പുറത്ത് വെടിപ്പുള്ളവരായി കാണുന്നെങ്കിലും അകമയോ സകല അറപ്പുള്ളവരാണ്. അബോമിനബിൾ, അകത്തുള്ള സകല മ്ലേച്ഛതകളും, മനുഷ്യന്റെ ഉള്ളിൽ കൂടി കടന്നു പോകുന്ന ആ ഭയങ്കര മ്ലേച്ഛതകൾ. അറക്കപ്പെട്ടവര്, കുലപാതകന്മാർ, ദുർനടപ്പുകാര്, ക്ഷുദ്രക്കാർ, മന്ത്രവാദങ്ങളിലും മാത്രമല്ല ഡ്രഗ്സിലും. ഈ ക്ഷുദ്രം എന്ന് പറഞ്ഞ സോർസറീസ്, അതിന്റെ റൂട്ട് ഫാർമക്യ എന്നുള്ള ഗ്രീക്ക് വാക്കാണെന്ന് പറയുന്നു. ഡ്രഗ്സിനോടുള്ള ബന്ധത്തിലൊക്കെ അത് യൂസ് ചെയ്യാമെന്ന് ദൈവദാസന്മാർ പറയുന്നു. ബിംബാരതികൾ, ഭോഷ്ക് പറയുന്നവർ, യേശുക്രിസ്തു ദൈവമല്ല, ക്രിസ്തുവല്ല എന്ന് വിശ്വസിക്കുന്നവൻ അവനാണ് കള്ളൻ അല്ലെങ്കിൽ ലയർ. ഭോഷ്ക് പറയുന്നവര്, യേശുവിനെ ക്രിസ്തുവല്ല എന്ന് നിഷേധിക്കുന്നവനല്ലാതെ കള്ളൻ ആരാണെന്ന് യോഹന്നാൻ ചോദിച്ചിട്ടുണ്ട്. അവനാണ് കള്ളൻ, ഭോഷ്ക് പറയുന്നത്. മാത്രമല്ല വചനം ശ്രദ്ധിച്ചു നോക്കിയാൽ ഭോഷ്ക് പറയുക ദൈവത്തിന് വളരെ ഇഷ്ടമില്ലാത്ത, ദൈവം വളരെ വെറുക്കുന്ന ഒരു കാര്യമാണ്. വചനത്തിൽ പലപ്പോഴും അത് എടുത്തു പറയും. സാത്താനാണ് അതിന്റെ ഉത്ഭവം കൊടുത്തത്. അവൻ ഭോഷ്കിന്റെ അപ്പനാണെന്ന് പറയുന്നു. അവർ രണ്ടാം മരണമാണ് അവർക്കുള്ള ഓഹരി. 22ാം അധ്യായത്തിന്റെ ഒരു ഭാഗം കൂടെ ഞാനൊന്ന് ചൂണ്ടിക്കാണിച്ചു കൊള്ളട്ടെ. അവിടെ 22ാം അധ്യായത്തിൽ വരുമ്പോൾ പുത്തൻ യെരൂശലേമിന്റെ അകത്തുള്ള ആ ജീവിതത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയ ശേഷം ആ പ്രസന്റ് ഇംപ്ലിക്കേഷൻ 6ാം വാക്യം തുടങ്ങി പറയുന്നുണ്ട്. പിന്നെ അവൻ എന്നോട് ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു. വീണ്ടും എടുത്ത് പറയുക, പ്രവാചകന്മാരുടെ ആത്മാക്കളുടെ ദൈവമായ കർത്താവ് വേഗത്തിൽ സംഭവിക്കുന്നത് തന്റെ ദാസന്മാരെ കാണിച്ചു കൊടുപ്പാൻ തന്റെ ദൂതനെ അയച്ചു. ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു. പ്രവാചകന്മാരുടെ ആത്മാക്കളുടെ ദൈവമായ കർത്താവ്, പ്രവാചകന്മാരുടെ ആത്മാക്കളുടെ ദൈവമായ കർത്താവ്. അപ്പോൾ ദ ലോർഡ് ഗോഡ് ഓഫ് ദ സ്പിരിറ്റ് ഓഫ് ദ പ്രോഫറ്റ്സ്, ദ ലോർഡ് ഗോഡ്
ഓഫ് ദ സ്പിരിറ്റ്സ് ഓഫ് പ്രവാചകന്മാരിൽ വ്യാപരിച്ച ആത്മാവ് അതിന്റെ കർത്താവാണവൻ എന്ന് പറഞ്ഞാൽ സകല പ്രവചനങ്ങളുടെ ഉത്ഭവം അവനാണ്. നമ്മൾ പത്രോസ് രേഖപ്പെടുത്തിയില്ലേ, 2 പത്രോസ് 1:20-21 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല. അത് ദൈവത്തിന്റെ മനുഷ്യൻ ദൈവാത്മ നിയോഗം പ്രാപിച്ച് സംസാരിച്ചതാണ്. സകല പ്രവചനങ്ങളും ആ വിധത്തിൽ വന്നതുപോലെ തന്നെയാണ് ഈ പുസ്തകത്തിന്റെ പ്രവചനവും. അത് ദൈവത്തിൽ നിന്നാണത് ഉത്ഭവിച്ചിരിക്കുന്നതും ദൈവമാണത് വെളിപ്പെടുത്തിയതും. സകല പ്രവാചകന്മാരുടെയും വ്യാപരിച്ച ആത്മാക്കളുടെ കർത്താവാണ് നമ്മളുടെ കർത്താവ്. ഇതെന്തിനു വെളിപ്പെടുത്തി? തന്റെ ദാസന്മാരെ കാണിപ്പാൻ. 1-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു. എന്തിനു വെളിപ്പെടുത്തി? പിതാവ് പുത്രന് കൊടുത്തു, പുത്രൻ തന്റെ ദൂതൻ മുഖാന്തരം യോഹന്നാൻ വെളിപ്പെടുത്തി. എന്തിനാണ്? തന്റെ ദാസന്മാരെ കാണിപ്പാൻ. ഈ പുസ്തകം അവസാനിപ്പിക്കുമ്പോൾ എടുത്തു പറഞ്ഞു, തന്റെ ദാസന്മാരെ കാണിപ്പാൻ, ഞാനും നിങ്ങളും മനസ്സിലാക്കാൻ. ദൈവത്തിന്റെ ഈ വലിയ കാര്യങ്ങളെ, ഈ വലിയ പദ്ധതികളെ നാം മനസ്സിലാക്കി അതിനനുസരിച്ച് മുന്നോട്ട് പോകുവാൻ നമുക്കത് വെളിപ്പെടുത്തി തരികയാണ്. എന്നാൽ ഇവിടെ ശ്രദ്ധിച്ചു നോക്കിയാൽ, ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു. ആ വാക്ക് നോക്കിയേ, വേഗം വരുന്നു എന്നല്ല, വേഗത്തിൽ വരുന്നു. വീണ്ടും നോക്കുക, അതിന്റെ 12-ാം വാക്യം, ഇതാ ഞാൻ വേഗം വരുന്നു. വീണ്ടും 20-ാം വാക്യം, അതേ ഞാൻ വേഗം വരുന്നു. ഇവിടെയൊക്കെ വേഗം വരുന്നു വേഗം വരുന്നു എന്ന് പറയുമ്പോൾ ഐ കം ക്വിക്ലി എന്നുള്ളത് സ്ട്രിക്ട്ലി എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമായി ദാറ്റ് വേർഡ് കൺവേസ് ദ മീനിങ് ഓഫ് സ്വിഫ്റ്റ്നെസ് എന്ന് പറഞ്ഞാൽ വേഗത്തിൽ അവൻ വരും എന്നുള്ളതാണ്. കർത്താവ് ഇന്ന് വരാൻ താമസിക്കുന്നു, ശരിയാണ്, അവൻ വരും. പക്ഷെങ്കിൽ അവന്റെ വരവിന്റെ സ്വിഫ്റ്റ്നെസ്, ആ വേഗതയാണ് കാണിക്കുന്നത്. അവൻ വേഗത്തിൽ വരും. കാര്യങ്ങൾ അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് പെട്ടെന്നായിരിക്കും. ആ സ്വിഫ്റ്റ്നെസ് ആണ് അവിടെ കാണിക്കുന്നത്. സ്ട്രിക്ട്ലി ഇറ്റ് സ്പീക്സ് അബൌട്ട് ദ സ്വിഫ്റ്റ്നെസ് ഓഫ് ഹിസ് കമ്മിങ്. അവന്റെ വരവിന്റെ വേഗതയെ അത് കാണിക്കുകയാണ്. സ്വിഫ്റ്റ്നെസ് തിരുവചനത്തിൽ വെളിപ്പെടുത്തി. 1 കൊരിന്ത്യർ 15:52 കാഹളം ധ്വനിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കണ്ണിമയ്ക്കുന്നതിനിടയിൽ സ്വിഫ്റ്റ്നെസ്, വേഗത്തിൽ കാര്യങ്ങൾ സംഭവിക്കും, പെട്ടെന്ന് അതൊക്കെ സംഭവിക്കും. ആ വേഗത്തിൽ സംഭവിക്കുന്ന സ്വിഫ്റ്റ്നെസ്സിനെ ഇത് ചൂണ്ടിക്കാണിക്കുന്നു എന്നുള്ളത് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഫിലാദൽഫിയ സഭയോടും പറഞ്ഞു, വെളിപാട് 3:11, ഞാൻ വേഗം വരുന്നു, താമസിക്കുകയില്ല. എന്നാൽ ഈ വസ്തുതകൾ നമുക്ക് വെളിപ്പെടുത്തിയത് അന്നുവരെ അവന്റെ വചനങ്ങളെ ധ്യാനിച്ചും പഠിച്ചും സന്തോഷിച്ചും നമ്മൾ കൂടുതൽ പ്രത്യാശയുള്ളവരായി അവനെ കാത്തിരിപ്പാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ 7-ാം വാക്യത്തിൽ വായിക്കുന്നു, ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിലും അത് വായിച്ചു, ആരംഭത്തിലും അത് പറഞ്ഞു, ഇത് വായിക്കുകയും വായിച്ചു കേൾപ്പിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. ഇവിടെ പറഞ്ഞു, ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ, ബ്ലെസ്സഡ്. അവന് ഒരു പ്രത്യേക ഭാഗ്യപദവി കർത്താവ് പറഞ്ഞിരിക്കുകയാണ്. 8-ാം വാക്യം ശ്രദ്ധിക്കുമ്പോൾ, ഇത് കേൾക്കുകയും കാണുകയും ചെയ്ത യോഹന്നാൻ എന്ന ഞാൻ തന്നെ കേൾക്കുകയും കാണുകയും ചെയ്ത ശേഷം അതെനിക്ക് കാണിച്ചെന്ന ദൂതന്റെ കാൽക്കൽ ഞാൻ വീണു നമസ്കരിച്ചു. എന്നാൽ അവൻ എന്നോട്, അതരുത്, ഞാൻ നിന്റെ സഹോദരന്മാരായ പ്രവാചകന്മാരുടെ ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവരുടെയും സഹഭൃത്യനത്രേ ദൈവത്തെ നമസ്കരിക്കാം. ഈ വെളിപ്പാടിന്റെ ആധിക്യം കൊണ്ട് ഇത്ര വലിയ ദൈവദാസനായ യോഹന്നാൻ പോലും ഈ ദൂതന്റെ കാൽക്കലങ്ങ് വീണ് നമസ്കരിച്ചു പോയി. 19-ാം അധ്യായത്തിൽ ഇതുപോലെ സംഭവിച്ചു. 19-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം നോക്കി, 19:10, ഞാൻ അവനെ നമസ്കരിക്കേണ്ടതിന് അവന്റെ കാൽക്കൽ വീണു. അപ്പോൾ അവൻ എന്നോട്, അതരുത്, ഞാൻ നിനക്കും യേശുവിന്റെ സാക്ഷ്യമുള്ള നിന്റെ സഹോദരന്മാർക്കും സഹഭൃത്യനത്രേ ദൈവത്തെ നമസ്കരിക്കുക, യേശുവിന്റെ സാക്ഷ്യമോ പ്രവചനത്തിന്റെ ആത്മാവ് തന്നെ എന്ന് പറഞ്ഞു. ഈ വെളിപ്പാടുകൾ ഇത്ര വലിയ ദൈവത്തിന്റെ ദാസനായ യോഹന്നാൻ ഈ ദൂതന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു പോയി എന്ന് പറഞ്ഞാൽ ഈ വെളിപ്പാടിന്റെ മഹത്വം താൻ അതിന്റെ ദൂതന്റെ കാൽക്കൽ വീണുപോയി. അവളൊന്ന് ചിന്തിച്ചു പോയേ, അതിന്റെ മഹത്വം, അതിന്റെ ശ്രേഷ്ഠതയും യോഹന്നാൻ അത് കണ്ടപ്പോൾ നമസ്കരിപ്പാൻ അവന്റെ ഹൃദയം പ്രേരിതമായി പോയി. എന്നാൽ അവിടെ ദൂതൻ തിരുത്തിയാണ്, അതരുത്, എന്നെ നമസ്കരിക്കരുത്, ദൈവത്തെ നമസ്കരിക്കാവൂ എന്നുള്ളത് അവിടെ വെളിപ്പെടുത്തുകയാണ്. താൻ ഒരു സഹഭൃത്യനാണ് എന്നുള്ളത് വിളിച്ച് അവിടെ ഓർപ്പിക്കുകയാണ്. പ്രായോഗികമായിട്ട് നമുക്കിത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. എന്നാൽ ഇവിടെ 10-ാം വാക്യത്തിൽ എടുത്ത് പറഞ്ഞു, ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുത്. എന്തുകൊണ്ടാ? ദാനിയേലിന്റെ പുസ്തകം വെളിപ്പെടുത്തിയിട്ട് പറഞ്ഞു, ഈ പ്രവചനത്തിലെ പുസ്തകങ്ങളെ മുദ്രയിട്ടേക്കുക. അന്ത്യകാലം വരെ മുദ്രയിടാനായിട്ട് ദാനിയേലിനോട് ആവശ്യപ്പെട്ടു. ദാനിയേലിന്റെ പുസ്തകം 12:4 വാക്യം, 9-10 വാക്യം, അന്ത്യകാലം വരെ ഈ പ്രവചന പുസ്തകത്തിലെ പ്രവചനങ്ങളെ മുദ്രയിടാനായിട്ട് ദാനിയേലിനോട് പറഞ്ഞപ്പോൾ ഈ വെളിപ്പാട് പുസ്തകം വെളിപ്പെടുത്തി പറഞ്ഞു, ഇത് മുദ്രയിടരുത്. എന്തുകൊണ്ടാ? ഇത് മുദ്രയിടേണ്ടതല്ല, ഇത് പരത്തേണ്ടതാണ്, ഇത് പറഞ്ഞ് പരത്തേണ്ടതാണ്, ആളുകളെ പഠിപ്പിക്കേണ്ടതാണ്, ആളുകളോട് ഈ സത്യങ്ങളെ മനസ്സിലാക്കി കൊടുക്കേണ്ടതാണ്, ഇതിന്റെ മഹത്വം വെളിപ്പെടുത്തേണ്ടത്. ഇതിനെയും മറച്ചു വെക്കാൻ പാടില്ല. ദൈവം വെളിപ്പെടുത്തിയതാണ്, ഇതങ്ങോട്ട് പറയണം. എന്നാൽ ദാനിയേലിനോട് പറഞ്ഞു അന്ത്യകാലം വരെ മുദ്രയിടാൻ. അന്ത്യകാലത്ത് അത് പരത്തുവാൻ ദൈവം ഇന്ന് അനുവദിച്ചു. ഇന്ന് ഒരുപോലെ ദാനിയേലിന്റെ പുസ്തകവും വെളിപ്പാട് പുസ്തകവും മനുഷ്യർക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ നമ്മൾ ആവോളം നമ്മൾ ഇത് പരത്തേണ്ടത് ആവശ്യമാണ്. കാരണം ദൈവം അതിന് മുദ്രയിടാതെയും ദാനിയേലിന്റെ പുസ്തകത്തിന്റെ മുദ്ര തുറന്ന് നമുക്ക് തന്ന് ഇത് അനേകരെ പറഞ്ഞു മനസ്സിലാക്കുവാൻ നാം ആവശ്യമായിരിക്കുന്നു. പ്രത്യേകിച്ച്
കാലം അതിന്റെ അന്ത്യത്തിലെത്തി കഴിഞ്ഞപ്പോൾ ഇത് പറയുവാനായിട്ട് നമ്മൾ ബാധ്യസ്ഥരാണ്. എടുത്ത് വീണ്ടും പറഞ്ഞു നോക്കുക. വളരെ ശ്രദ്ധേയമായി അവസാനമായി നമുക്ക് ചിന്തിപ്പാനായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത്രയും വെളിപ്പാടുകൾ തന്നിട്ട് 11-ാം വാക്യം, അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനി അഴുക്കാകട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശ്വസൻ ഇനിയും തന്നെ വിശദീകരിക്കട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു. ഓരോരുത്തന് അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എന്റെ പക്കലുണ്ട്. കർത്താവ് പറയുന്ന വാക്ക് നോക്കുക. See, he doesn't force anybody. No pressure is placed on any person. ദൈവം ഒരു മനുഷ്യന്റെ മേലും ഒരു സമ്മർദ്ദവും ചെലുത്തുന്നില്ല. അവൻ ആരോടും തന്നെ അനുസരിപ്പാൻ നിർബന്ധിക്കുന്നില്ല. തനിക്ക് പറയാനുള്ളതൊക്കെ മനുഷ്യന് പറഞ്ഞു കൊടുത്തു. ലവോദിക്ക സഭയോട് പറഞ്ഞു, ഞാൻ നിന്നോട് ബുദ്ധി പറയുകയാണ്, ഐ കൗൺസിൽ യു. ഇവിടെയും പറയുകയാണ്, ഇത് ഞാൻ എല്ലാം വെളിപ്പെടുത്തി. ഇനിയും ഓരോരുത്തർക്ക് അവരുടേതായ ഒരു ചുമതലയുണ്ട്. ആ ചുമതലയുള്ള ബന്ധത്തിൽ സഭ എങ്ങനെ പോകുന്നു, സമൂഹം എങ്ങനെ പോകുന്നു, കുടുംബം എങ്ങനെ പോകുന്നു എന്നുള്ളതല്ല പ്രശ്നം. ഞാൻ ഓരോരുത്തരോട് കണക്ക് തീർക്കുന്ന ഒരു ദിവസമുണ്ട്. ഇതാ ഞാൻ വേഗം വരുന്നു. ഓരോരുത്തന് അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുക്കാൻ എന്റെ പക്കലുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? അനീതി ചെയ്യുന്നവൻ അനീതി ചെയ്തോട്ടെ, അഴുക്കുള്ളവൻ അഴുക്കായിക്കൊള്ളട്ടെ. പക്ഷെ നീതിമാൻ എന്ത് ചെയ്യണം? അവൻ തന്നെ തന്നെ നീതീകരിക്കും. നമ്മളോട് തന്നിരിക്കുന്ന ഒരു പേഴ്സണൽ, വ്യക്തിപരമായിട്ടുള്ള വലിയൊരു ആഹ്വാനമാണ്. എന്നാൽ ഇത് ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ പ്രവചനങ്ങളുള്ള ബന്ധത്തിൽ ഇത് പറയുമ്പോൾ ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട്. അന്ത്യകാലത്തുള്ള ബന്ധത്തിൽ മനുഷ്യൻ വളരെ വഷളത്വരം പ്രവർത്തിച്ച് വല്ലാത്തൊരു കാലഘട്ടം, ഒരുപക്ഷെ സഭയുടെ അന്തരീക്ഷങ്ങൾ പോലും ആത്മിക ജീവിതത്തിനെ പ്രേരിപ്പിക്കാത്തൊരു അന്തരീക്ഷമായിരിക്കാം ലവോദിക്ക കാലയളവ്. അതിന്റെ മധ്യത്തിൽ ദാനിയേൽ 12-9-10 വാക്യത്തിൽ ഈ പുസ്തകത്തിലെ പ്രവചനങ്ങളെ വീണ്ടും ദാനിയേൽ വെളിപ്പെടുത്തിയിട്ട് പറഞ്ഞു, ബുദ്ധിമാന്മാർ പലരും. ആ വാക്യം നമുക്കൊന്ന് വായിക്കാം. ദാനിയേൽ 12-9-10 വാക്യം. അതും ഈ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെയാണ്. അതിന്റെ ആ ഇംപ്ലിക്കേഷനാണ്. ദാനിയേൽ പ്രവചനം 12-ാം അധ്യായത്തിന്റെ 9-10 വാക്യം. അതിനവൻ ഉത്തരം പറഞ്ഞ, ദാനിയേലെ പൊയ്ക്കൊള്ളുക, ഈ വചനങ്ങളെ അന്ത്യകാലം വരെ അടച്ചുമുദ്രയിടുക. പലരും തങ്ങളെ ശുദ്ധീകരിച്ച് നിർമ്മലീകരിച്ച് ശോധന കഴിക്കും. ദുഷ്ടന്മാരോ ദുഷ്ടത പ്രവർത്തിക്കും, ദുഷ്ടന്മാരിൽ ആരും അത് തിരിച്ചില്ല, ബുദ്ധിമാന്മാരോ ഗ്രഹിക്കും. കണ്ടോ, പലരും ശുദ്ധീകരിച്ച് ശോധന കഴിച്ച് തങ്ങളെ തന്നെ നിർമ്മലീകരിക്കുമ്പോൾ ആരാണ്? ഈ പ്രവചനങ്ങളെ ദൈവം മുദ്രകൾ പൊട്ടിച്ച് തുറന്നു തന്ന് ഇത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുമ്പോൾ വിശുദ്ധന്മാർ തങ്ങളെ തന്നെ ശുദ്ധീകരിക്കും, നിർമ്മലീകരിക്കും, ശോധന കഴിക്കും. അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ വലിയ വ്യത്യാസങ്ങൾ വരുത്തും. ദാനിയേലിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. പ്രവാസത്തിൽ കിടക്കുകയാണ്, 70 വർഷം കഴിയുന്നു എന്ന് മനസ്സിലായി. തന്റെ പ്രവാസകാലം കഴിഞ്ഞ്, തന്റെ ജനത്തിന്റെ പ്രവാസം കഴിഞ്ഞ് യെരൂശലേമിലോട്ട് മടങ്ങിപ്പോകേണ്ട സമയമായെന്ന് അറിഞ്ഞപ്പോൾ നാം വായിക്കുന്ന എന്താണ്? താൻ ഉപവസിപ്പാനും പ്രാർത്ഥിപ്പാനും തുടങ്ങി, ദൈവസനയിൽ വിനയപ്പെടുത്തുവാൻ തുടങ്ങി, തന്റെയും ജനത്തിന്റെ പാപം ഏറ്റുപറയുവാൻ തുടങ്ങി, അവൻ തന്നെ തന്നെ നിർമ്മലീകരിച്ച് വിശദീകരിപ്പാൻ തുടങ്ങി. എപ്പോഴാണ്? യെരമ്യാവ് രേഖപ്പെടുത്തിയ കാലഘട്ടം തനിക്ക് മനസ്സിലായപ്പോൾ, പ്രവാസം അവസാനിച്ച് യെരൂശലേമിലോട്ട് പോകുവാൻ സമയമായി എന്ന് മനസ്സിലായപ്പോൾ താൻ തന്നെ തന്നെ ശോധന കഴിക്കുന്നു, ജനത്തിനു വേണ്ടി തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വിനയപ്പെടുന്നു. ഇവിടെയും വായിക്കുന്നു, ഈ പ്രവചനത്തിന്റെ മുദ്രകളെ ദൈവം പൊട്ടിച്ചു തരുന്ന ഒരു അന്ത്യകാലത്ത് പലരും പരിശോധിച്ച് തങ്ങളെ തന്നെ ശുദ്ധീകരിക്കും, നിർമ്മലീകരിക്കും. ദുഷ്ടന്മാര് ദുഷ്ടത പ്രവർത്തിക്കും. ഈ വെളിപ്പാട് പുസ്തകത്തിലും കർത്താവ് നമ്മോട് ആവശ്യപ്പെട്ടു ഇതെല്ലാം വെളിപ്പെടുത്തിയിട്ട്, അനീതി ചെയ്യുന്നവൻ ഇനി അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ അഴുക്കാടട്ടെ, നീതിമാൻ തന്നെ തന്നെ നീതീകരിക്കട്ടെ, വിശുദ്ധൻ ഇനി തന്നെ തന്നെ വിശദീകരിക്കട്ടെ. ഇത് വളരെ ഇംപ്ലിക്കേഷൻ ഉണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നു. കർത്താവ് പറയാനുള്ളത് എല്ലാം പറഞ്ഞു, സഭയോടുള്ളത് പറഞ്ഞു. കേൾക്കാൻ ചെവിയില്ലാത്തൊരു വലിയ സമൂഹമാണ് ലോകത്തിലുള്ളത്. അവരെങ്ങനെ ആയിക്കൊള്ളട്ടെ. എന്നാൽ നാം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ഇവിടെ കർത്താവ് നമ്മോട് പേഴ്സണലി ഇടപെടുകയാണ്. നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ നമ്മളെ ശുദ്ധീകരിപ്പാൻ കർത്താവ് ആവശ്യപ്പെടുകയാണ്. ഒരു ഭാഗം കൂടെ നോക്കാം. 2 തിമോഥെയോസ് 3-13 വാക്യം. അവിടെയും ഇതുപോലെ തന്നെ അന്ത്യകാലത്തെക്കുറിച്ച് വെളിപ്പെടുത്തുമ്പോൾ ഈ വാക്യങ്ങളിലെല്ലാം അതുപോലെ തന്നെ ആശയങ്ങൾ വരുന്നത് അവിചാരിതമല്ല എന്നുള്ളത് ഓർത്തുകൊള്ളുക. 2 Timothy chapter 3 verses 13 onwards, 13-ാമത്തെ വാക്യം തുടങ്ങി. അത് അന്ത്യകാലത്തെക്കുറിച്ച് പൗലോസ് പറയുകയാണ്. 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം അന്ത്യകാലത്ത് എന്ന് പറഞ്ഞിട്ട് 13-ാം വാക്യം, ദുഷ്ടന്മാരും മായാവികളും വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടും കൊണ്ട് മേൽക്കുമേൽ ദോഷം മുതിർന്നു വരും. നീയോ ഇന്നവരോട് പഠിച്ചു എന്നോർക്കുകയും ക്രിസ്തുയേശുള്ള വിശ്വാസത്താൽ നിന്നെ തന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയാകുന്ന തിരുവെഴുത്തുകളെ ബാല്യം മുതൽ അറിഞ്ഞും ചെയ്തുകൊണ്ട് നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചത് നിലനിൽക്കുക. എല്ലാ തിരുവെഴുത്തും ദൈവവിശ്വാസ്യമാകാൻ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വകപറാകിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിലും നീതിയിലെ അഭ്യസന പ്രയോജനമുള്ളവനാണ്. ഇവിടെ പൗലോസ് അന്ത്യകാലത്തെക്കുറിച്ച് പറയുമ്പോഴും ദുഷ്ടന്മാരും മായാവികളും വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടും മേൽക്കുമേൽ ദോഷത്തിൽ മുതിർന്നു വരും. ലോകം അന്ത്യത്തോട് അടുക്കുമ്പോൾ മേൽക്കുമേൽ ദുഷ്ടത പ്രവർത്തിച്ച് വഞ്ചന പ്രവർത്തിച്ച് ഏറി വരും. അതല്ലേ നമ്മൾ ലോകത്തിലാകമാനം കാണുന്നത്? ദുഷ്ടന്മാരും മായാവികളും വഞ്ചിച്ചും വഞ്ചിക്കപ്പെടുത്തിയും മേൽക്കുമേൽ ദുഷ്ടത പ്രവർത്തിച്ചും മുതിർന്നു വരും.
അഴുക്കുള്ളവൻ അഴുക്കായിക്കൊണ്ടിരിക്കുന്നു. നീതിമാൻ വിശുദ്ധീകരിച്ചുകൊള്ളാൻ പറഞ്ഞു. എന്നാൽ നീയോ, മറ്റൊരു ഭാഗത്ത് തിമോഥെയോസിനെ രേഖപ്പെടുന്നു, നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ. എന്തൊരു വിളിയാണത്! നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ, നിന്റെ കയ്യിൽ തിരുവെഴുത്തുകളുണ്ട്. ഇത് എല്ലാവിധത്തിലുള്ള അഭ്യാസത്തിനും ആവശ്യമാണ്. ഇതിൽ അഭ്യസിച്ച് നീ തികഞ്ഞൊരു മനുഷ്യനായി നിൽക്കുക. ബി എ പെർഫെക്റ്റ് മാൻ. ഈ വചനങ്ങളെ തന്ന ശേഷമാണ് ഇത് നമ്മോട് ആവശ്യപ്പെടുന്നത്. നമ്മള് കഥ പറഞ്ഞത് പറഞ്ഞിട്ട് ഞാൻ വേഗം വരികയാണ്. ഓരോരുത്തര് അവനവന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ എന്റെ പക്കലുണ്ട് എന്ന് പറയുക. അവൻ ആൽഫയും, വീണ്ടും 13-ാം വാക്യത്തിൽ ഞാൻ ആൽഫയും ഒമേഗയുമാണ്. 1:8 കർത്താവ് അത് പറയുകയുണ്ട്. എവറിത്തിങ് എംബ്രാസസ് ഇറ്റ്, ബിഗിനിങ് ആൻഡ് ദ എൻഡ്. ആരംഭവും അവസാനവും കർത്താവിൽ തന്നെ. 14-ാം വാക്യം നോക്കുക. ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരം ഉണ്ടാകേണ്ടതിന് ഗോപനിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടത് തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. നായ്ക്കളും ക്ഷുദ്രക്കാരും ദുർനിറപ്പുകാരും കൊലപാതകന്മാരും വിഭാരാദികളും പോഷ്ക പ്രിയപ്പെടുന്നവരും അതിനെ പ്രവർത്തിക്കുന്നവനുമുള്ള ഓഹരി തീങ്കന്തവും കത്തുന്ന പൊയ്യാത്ത്. ഉടുപ്പ് കഴുകുന്നവൻ തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. ഉടുപ്പ് കഴുകുന്നവൻ. വെളിപാട് ദിവസം 3:4-5 വാക്യത്തിൽ എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ അവർ യോഗ്യന്മാരായ എന്നോടുകൂടെ നടക്കും. വിശുദ്ധിയെ തികയ്ക്കുന്നവരാണ്. ഇവിടെ അവർ ഗോപുരത്തിൽ കൂടെ കടക്കുക, അത് സ്വതന്ത്രമായി കടക്കുക, എൻജോയ് ചെയ്യുക, കർത്താവിനോടൊത്ത് ആസ്വദിക്കുന്ന ഒരു മഹത്വപൂർണമായ കാര്യമാണ്. എന്നാൽ 15-ാം വാക്യത്തില് എടുത്തു പറഞ്ഞു നായ്ക്കൾ എന്ന് പറയുന്നത് അൺക്ലീൻ ജെന്റൈൽസിനാണ്. അശുദ്ധിയുള്ള പുറജാതിക്കാർക്കായിരുന്നു നായ്ക്കൾ എന്നുള്ള പദം ഉപയോഗിച്ച. സങ്കീർത്തനം 22:12 നമ്മളത് കാണുന്നു. നായ്ക്കൾ എന്നെ വളഞ്ഞു, ദുഷ്ടന്മാരുടെ കൂട്ടം എന്നെ വളഞ്ഞു, ഭൂഷയുടെ അലറുന്ന സിംഹം ഒക്കെ നായ്ക്കൾ എന്നവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ജെന്റൈൽസ് ആണ്, ജാതികളാണ്. അങ്ങനെയുള്ളവർക്ക് ഈ നഗരത്തിൽ കടക്കുവാനായിട്ട് സാധ്യമല്ല. 16-ാം വാക്യം, യേശു എന്ന ഞാൻ സഭകൾക്ക് വേണ്ടി നിങ്ങളോട് ഇത് സാക്ഷീകരിക്കുവാൻ എന്റെ ദൂതനെ അയച്ചു. നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയേ, യേശു എന്ന ഞാൻ. താൻ ആ പേരുപയോഗിച്ച് തന്നെ പരിചയപ്പെടുത്തുന്ന വേറെ ഒരൊറ്റ സന്ദർഭമേ പുതിയ നിയമത്തിലുള്ളൂ. പൗലോസിന്റെ കൺവേർഷനിലാണ്. നീ ആരാകുന്നു എന്ന് ചോദിച്ചപ്പോൾ, നീ ഉപദ്രവിക്കുന്ന യേശുവാണ് ഞാൻ. ആ വാക്ക് യേശു എന്ന് തന്നെ പരിചയപ്പെടുത്തുന്നത് പിന്നീട് ഇവിടാണ് പുതിയ നിയമത്തിലുള്ളത്. വേറെ അധികം അത് പറഞ്ഞിട്ടില്ല. യേശു എന്ന് ഞാൻ സഭകൾക്ക് വേണ്ടി നിങ്ങളോട് ഇത് സാക്ഷീകരിപ്പാൻ എന്റെ ദൂതനെ അയച്ചു എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ പേഴ്സണൽ നെയിം ഉപയോഗിച്ച് അവൻ തന്നെ ഈ വെളിപ്പാട് നിങ്ങൾക്ക് തന്നു എന്നുള്ളത് കർത്താവോട് വെളിപ്പെടുത്തുകയാണ്. ഇതിന്റെ ആ മഹത്വമാണ്. ഞാൻ തന്നെയാണ് വെളിപ്പെടുത്തുക. എന്റെ ദൂതനെ അയച്ച് ഞാൻ തന്നെയാണ് ഇത് സഭകൾക്ക് വേണ്ടി സാക്ഷീകരിപ്പാൻ ദൂതനെ അയച്ചത് എന്ന് പറഞ്ഞാൽ കർത്താവ് പ്രത്യേകാൽ തന്റെ ദൂതനെ അയച്ച് നാം മനസ്സിലാക്കുവാൻ നമുക്ക് വേണ്ടി അയച്ചതെന്ന് വെളിപ്പെടുത്തിയ കാര്യമാണ്. ദാവീദിന്റെ പേരും വംശവും ശുഭമായ ഉദയനക്ഷത്രമാണ് ദാവീദിന്റെ പേര്. പഴയ നിയമ പ്രവാചകന്മാർ ഉറ്റുനോക്കിയ മശിഹയാണ് അവൻ, ദാവീദിന്റെ പേര്. അതുപോലെ ഉദയനക്ഷത്രമാണ്. ഐ എം ദ മോർണിംഗ് സ്റ്റാർ. മോർണിംഗ് സ്റ്റാർ സഭയോടുള്ള ബന്ധത്തിൽ വളരെ ശ്രദ്ധേയമായൊരു പഠനമാണിത്. അവൻ ഉദയനക്ഷത്രം എന്ന് പറഞ്ഞ് ഈ പുതിയ നിയമം അവസാനിക്കുമ്പോൾ, പഴയ നിയമം അവസാനിക്കുന്നത് കർത്താവിനെ പരിചയപ്പെടുത്തിയിരിക്കുന്നത് നീതി സൂര്യൻ എന്ന് പറഞ്ഞാണ്. മലാക്കിയുടെ പുസ്തകം. അവൻ നീതി സൂര്യൻ രോഗോപശാന്തികളോടുകൂടെ ഉദിക്കും. പഴയ നിയമത്തിൽ യേശു ക്രിസ്തു തന്നെ പരിചയപ്പെടുത്തി അവസാനത്തെ പുസ്തകം അവസാനിക്കുന്നത് നീതി സൂര്യൻ. പുതിയ നിയമത്തിൽ ഉദയ നക്ഷത്രമായിട്ട് സഭയ്ക്ക് പരിചയപ്പെടുത്തി. നോക്കുക എന്തൊരു ആശയമാണെന്ന്. ഉദയ നക്ഷത്രം എപ്പോഴാണ് ഉദിക്കുന്നത്? പ്രഭാതത്തിൽ, ഏറ്റവും പ്രഭാതത്തിൽ, ഇരുട്ടുള്ള സമയം. വളരെ പ്രഭാതത്തിൽ ആകാശത്ത് നോക്കിയാൽ ആ മോർണിംഗ് സ്റ്റാർ കാണും. അത് സഭയ്ക്ക് വേണ്ടി ആ മോർണിംഗ് സ്റ്റാർ ഉദിച്ച ശേഷമാണ് ആ നീതി സൂര്യൻ ഉദിക്കുന്നത്, സൂര്യൻ പിന്നീട് വരുന്നത്. ആ ഉദയനക്ഷത്രം ഉദിച്ചത് കാണണമെങ്കിൽ ലോകം ഉറങ്ങിക്കിടക്കുമ്പോൾ ഉണർന്നിരിക്കുന്നവരത് കാണുന്നു. ലോകം അന്ധതയിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ, ലോകം ഇത് മനസ്സിലാക്കാതിരിക്കുമ്പോൾ ഉണർന്നിരിക്കുന്ന ദൈവസഭ കർത്താവിനോടുകൂടെ ചേർക്കപ്പെടുന്ന മഹത്വപൂർണമായ ഒരു കാര്യം അവൻ ഉദയനക്ഷത്രം. എന്നാൽ അവൻ പിന്നീട് ലോകത്തിന്, ഇസ്രായേലിന് നീതി സൂര്യനായിട്ട് വരുമ്പോൾ അവന്റെ മഹത്വ പ്രത്യക്ഷത എല്ലാവരും കാണും. പുതിയ നിയമം അവസാനിക്കുന്നതും പഴയ നിയമം അവസാനിക്കുന്നതും എത്രയോ അനുഗ്രഹിക്കപ്പെട്ട വിധത്തിലാണ്. എത്ര മനോഹരമായൊരു പഠനമാണ്. മാത്രമല്ല അവസാനമായിട്ടും 17-ാം വാക്യം, വരിക എന്ന ആത്മാവും മണവാട്ടിയും പറയുന്നു. കേൾക്കുന്നവനും വരിക എന്ന് പറയട്ടെ, ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വരട്ടെ. വരിക, ആത്മാവും മണവാട്ടിയും കൂടെ ചേർന്ന് പറയുന്നു. സ്പിരിറ്റ് ആൻഡ് ദ ബ്രൈഡ്. നാം ഇന്ന് ചെയ്യുന്ന ശുശ്രൂഷയോടുകൂടെ ദൈവത്തിന്റെ ആത്മാവുണ്ട്. നമ്മളാണ് മണവാട്ടി, നാമാണ് ആഹ്വാനം ചെയ്യുന്നത്, വരിക, കം. പക്ഷെ നമ്മോട് ചേർന്ന് പരിശുദ്ധാത്മാവും വിളിക്കുകയാണ്. എന്തൊരു ധന്യതയുള്ളൊരു ആഹ്വാനമാണ് നമുക്ക് കൊടുക്കാൻ കഴിയുന്നത്. അവിടെ മനുഷ്യനെ ആഹ്വാനം ചെയ്യുകയാണ്. ഈ പുസ്തകത്തിലെ പ്രവചനം കേൾക്കുന്നവനോട് ഞാൻ സാക്ഷീകരിക്കുന്നതെന്നാൽ അതിനോട് ആരെങ്കിലും കൂട്ടിയാൽ ഈ പുസ്തകത്തിൽ എഴുതിയ ബാധകളെ ദൈവം അവന് വരുത്തും. ഈ പ്രവചനത്തിൽ വലതും നീക്കിക്കളഞ്ഞാൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ജീവവൃക്ഷത്തിലും വിശുദ്ധ നഗരത്തിലുള്ള അവനുള്ള അംശം ദൈവം നീക്കിക്കളയും. പഴയ നിയമത്തിലും ഒക്കെ ഇത് പറയുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട സൗരസാന്മാരോട് പറയട്ടെ, വചനം വചനമായിട്ട് കാക്കുക, അതിനകത്ത് നീക്കുക മാത്രമല്ല അതിനോടൊന്നും കൂട്ടുകൂടെ ചെയ്യരുത്. നോട്ട് ഓൺലി ടു റിമൂവ് ബട്ട് നെവർ ടു ആഡ് എനിത്തിങ്.
കർത്താവ് പഠിപ്പിച്ചതിനെക്കാട്ടിൽ കൂടുതൽ ആഡ് ചെയ്താൽ അതിന്റെ ദോഷമുണ്ട്. കർത്താവ് പഠിപ്പിച്ചത് നീക്കിക്കളഞ്ഞാൽ അതിന്റെ ദോഷമുണ്ട്. ഇത് രണ്ട് ദൈവം ഗൗരവമായി കാണുന്നു. ഒന്നും നീക്കുവാനും പാടില്ല, ഒന്നും കൂട്ടുവാനും പാടില്ല. പഴയ നിയമത്തിലും ഇത് ആവർത്തനം 4:2, 13:1 നമ്മൾ വായിക്കുന്നുണ്ട്. എന്റെ ഈ വചനങ്ങളോട് ഒന്നും കൂട്ടരുത്, ഒന്നും കുറയ്ക്കരുത്. ഞാൻ നിന്നോട് പറഞ്ഞ വചനം അതുപോലെ അനുസരിക്കണം. സദൃശവാക്യം 30:6 വായിക്കുന്നുണ്ട്. എന്റെ വചനത്തോട് നീ എന്തെങ്കിലും കൂട്ടി നിന്നെ ന്യായം വിധിക്കുമ്പോൾ കള്ളൻ എന്ന് കാണാനിട വരും. വചനത്തോട് എന്തെങ്കിലും കൂട്ടിയാൽ കള്ളൻ എന്ന് വിളിക്കുമെന്ന് തിരുവചനത്തിൽ വായിക്കുന്നു. കർത്താവ് വെളിപ്പെടുത്തിയത് അതുപോലെ. വാട്ട് സേസ് ദ സ്ക്രിപ്ചർ? വചനം എന്ത് പറയുന്നു അതിൽ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുവാനായിട്ട് നമുക്ക് അവകാശമില്ല. ഇത് സാക്ഷീകരിക്കുന്നു. അതെ, ഞാൻ വേഗം വരുന്നു എന്ന് അരുളി ചെയ്തു. ആമീൻ. കർത്താവ് യേശുവേ വരണമേ, ഞാൻ വേഗത്തിൽ വരുന്നു. കർത്താവ് യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവിന്റെ നാമം മഹത്വപ്പെട്ടെ. ഇത് വിശ്വാസയോഗ്യമായ വചനം. പറയുവാനുള്ളത് കർത്താവ് വെളിപ്പെടുത്തി. ഇനിയും അനുസരിക്കുക എന്നുള്ളത് നമ്മുടെ ഭാഗത്താണ്. നമ്മുടെ ജീവിതത്തെ തിരുവചനത്തിൽ വായിച്ച പോലെ കാലം അതിന്റെ അന്ത്യത്തിലെത്തുമ്പോൾ ദുഷ്ടന്മാരും മായാവികളും വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടും വളരെയധികം ദുഷ്ടത പ്രവർത്തിച്ചേറി വരുന്ന കാലത്തിൽ നമ്മെ തന്നെ വിശദീകരിച്ച് ജീവിപ്പാൻ ഈ പുസ്തകം നമ്മെ സഹായിക്കും. കർത്താവിനെ കൂടുതൽ സ്നേഹിപ്പാനും അവൻ തന്നെ അവന്റെ പേരെടുത്ത് പറഞ്ഞ യേശു എന്ന ഞാൻ എന്റെ ദൂതനെ അയച്ച സഭകൾക്ക് വെളിപ്പെടുത്തിയതാണ്. എന്റെ ദാസന്മാർ ഇത് അറിയുവാനായിട്ടാണ്. അവൻ പേഴ്സണൽ ഇത്ര താല്പര്യമെടുത്ത് നമുക്കിത് കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ നാം കൂടുതലായിട്ട് ഇത് ധ്യാനിച്ചും പഠിച്ചും അവനെ സ്നേഹിപ്പാനായിട്ടിടയാകട്ടെ. അവന്റെ വലിയ നാമം മഹത്വപ്പെടുന്നു.